നമുക്ക് ആരംഭിക്കാൻ തോന്നുന്നു. അപ്പോൾ 2024 നാഷണൽ മോത്ത് വീക്ക്, ദേശീയ നിശാശലഭ വാരാഘോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരു ആഴ്ച നമ്മൾ കൂടുതലും ശലഭങ്ങളെ, പ്രത്യേകിച്ചും രാത്രി വരുന്ന നിശാശലഭങ്ങളെ കാണാനും നിരീക്ഷിക്കാനും ഡോക്യുമെന്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാസീവായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 6 വർഷത്തോളമായിട്ട് നമ്മൾ നിരന്തരം ഒരു നിശാശലഭങ്ങളെ നോക്കുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ കുറേയധികം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് സംഘടിപ്പിച്ചു വരുന്നത്. ഐനാച്ചുറലിസ്റ്റ് കേരള കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിലാണിത് സംഘടിപ്പിക്കുന്നത്. അതുകൂടാതെ അപ്പോൾ കേരള ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്കിൻ്റെയും ആഭിമുഖ്യത്തിലാണ് മോത്തേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റും കൂടി നമ്മൾ ഇതിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പം നിരന്തരമായിട്ട് നമ്മുടെ ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു ശ്രമഫലമായിട്ട് ഏതാണ്ട് 50,000-ഓളം ഒബ്സർവേഷൻസും 2,000-ഓളം സ്പീഷീസുകൾ നമ്മൾ ഇതുവരെ കേരളത്തിൽ നിന്ന് റെക്കോർഡ് ചെയ്യുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈ വർഷവും സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മോത്തുകളെ നിരീക്ഷിക്കുകയും അത് ഡോക്യുമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഒരു ഐനാച്ചുറലിസ്റ്റിലൊരു ബയോബ്ലിറ്റ്സ് ആണ് നമ്മൾ റൺ ചെയ്യുന്നത്. അതുകൂടാതെ ഒരു 2-3 വെബിനാറുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ മോത്ത് നൈറ്റുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം പ്രാദേശികമായിട്ട് ഓരോ ആളുകളുടെ ഇനീഷ്യേറ്റീവിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മോത്തിന്റെ സ്കെച്ചുകൾ അല്ലെങ്കിൽ ആർട്ട് എന്നുള്ള രീതിയിൽ അതൊരു ശ്രമം നമ്മൾ നടത്തി നോക്കുന്നുണ്ട്. അപ്പം അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ അനൗൺസ്മെന്റ് കിട്ടും. നമ്മൾ പലപ്പോഴും മോത്തുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്റർനെറ്റിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഇന്റർനെറ്റിൽ വിവരങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചും വിക്കിപീഡിയ പേജുകളുടെ ഒരു ഉള്ളടക്കം കൂട്ടാനും അതിൽ കുറേം കൂടി നല്ല ഫോട്ടോഗ്രാഫുകൾ ശേഖരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ കേരളത്തിൽ കാണുന്ന ഒരു 122 മോത്തുകളുടെ ഒരു പോസ്റ്റർ നമ്മൾ ചെയ്തത് അത് അടുത്ത ദിവസങ്ങളിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ക്വിസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അത് ഗ്രൂപ്പുകളിൽ അലേർട്ട് വരുമായിരിക്കും. അതുകൂടാതെ അതിൽ നിങ്ങൾക്കും ചെയ്യാം. ഓരോ നിശാശലഭങ്ങളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ടാഗ് ചെയ്യുകയും അത് ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേം കൂടി ആളുകളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തുന്നതിൽ ഉപകരിക്കും. ഓക്കെ, ഇന്നത്തെ പരിപാടി നമ്മൾ എങ്ങനെയാണ് നിശാശലഭ നിരീക്ഷണം നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു പാനൽ ഡിസ്കഷൻ പോലെ അല്ലെങ്കിൽ ഒരു ചർച്ച എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ഹനീഷ് സാർ ഉണ്ട്, ഞാനുണ്ട്, മഹേഷ്, ഉണ്ണികൃഷ്ണൻ, അലൻ. ഇവരെയൊക്കെ പലപ്പോഴും നിങ്ങളുടെ ഒബ്സർവേഷൻസ് ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനും കമന്റുകളൊക്കെ ആയിട്ട് പരിചയമുള്ള ആളുകളായിരിക്കും. അപ്പം അവരവരുടെ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയും. അതുകൂടാതെ നിങ്ങൾക്കുള്ള സംശയങ്ങളും ബാക്കി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജഷനുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അവതരിപ്പിക്കാം. ഞാൻ മൊത്തത്തിൽ എങ്ങനെയാണ് നാഷണൽ മോത്ത് വീക്ക് 2018 ഞാൻ ആദ്യമായിട്ട് നാഷണൽ മോത്ത് വീക്കിൽ ഇടപെട്ട് തുടങ്ങുന്നത്. അതിനുശേഷം 19 തുടങ്ങി നമ്മൾ കേരളത്തിൽ പല രീതിയിലുള്ള ഒരു സംഘാടനം എന്നുള്ള രീതിയിൽ പല കൂട്ടായ്മകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ നാഷണൽ മോത്ത് വീക്ക് സമുചിതമായിട്ട് അതിലുള്ള ശ്രമം ഉണ്ടായി വരുന്നുണ്ട്. 2019 നമുക്ക് ഏതാണ്ട് 21 ഒബ്സർവേഴ്സും 267 ഒബ്സർവേഷനും 115 സ്പീഷീസുമാണ് ഉണ്ടായിരുന്നത്. അത് പതുക്കെ 2020 ആകുമ്പോഴേക്കും 100-ലധികം ഒബ്സർവേഴ്സും 1500 ഒബ്സർവേഷനും 300+ സ്പീഷീസൊക്കെ ആവുന്നുണ്ട്.
അത് പിന്നത്തെ വർഷമാകുമ്പോഴേക്കും കുറയുന്നുണ്ട്. അത് ഓരോ വർഷത്തിലും ഓരോ രീതിയിലാണ് അത് ആളുകൾ അത് നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിനുകളുടെയും ഔട്ട്റീച്ച് ആക്ടിവിറ്റികളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസും കൂടി അതിലുണ്ടെന്ന് തോന്നുന്നു. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1500-1500ഓളം ഒബ്സർവേഷൻസും 125ഓളം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2 ലക്ഷം ഒബ്സർവേഷനും 10,000-ഓളം സ്പീഷ്യസുകളുമാണ് 28,000-ഓളം ആളുകളുമാണ് പങ്കെടുത്തു വരുന്നത് നാഷണൽ മോത്ത് വീക്കിൽ. ഇത് ഐനാച്ചുറലിസ്റ്റിൽ മാത്രമുള്ള ഒരു കണക്കാണ്. ഇതുകൂടാതെ പ്രൊജക്ട് നോഹ് എന്ന് പറയുന്നതിലും ഇതുപോലെ സമാനമായിട്ടുള്ള എഫേർട്ട് പ്രൊജക്ട് നോഹ് കമ്മ്യൂണിറ്റിയും ചെയ്തു വരുന്നുണ്ട്. നാഷണൽ മോത്ത് വീക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓൾമോസ്റ്റ് വിവരങ്ങൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. 2012 മുതലാണ് ഇത് ഈ ഒരു ക്യാമ്പയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് 90-ലധികം രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ ഈ ഒരു ഇത് പൂർണ്ണമായിട്ടും ഒരു വോളണ്ടറി മൂവ്മെന്റ് ആയിട്ട് സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിലെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ മോത്തുകളെ അറിയാനും പഠിക്കാനും അത് നിരീക്ഷിക്കാനും ഒക്കെ ഉള്ള രീതിയിലുള്ള കൂട്ടായ്മകൾ അവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഇതിന്റെ മലയാളം കണ്ടന്റുകൾ കുറച്ച് ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു അവർക്ക്. അതുകൂടാതെ അതിന്റെ ഇവന്റ് മാപ്പ് ഉണ്ട്. നിങ്ങളൊരു എന്തെങ്കിലും ഇവന്റുകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇവന്റ് മാപ്പിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ പോയി കഴിഞ്ഞാൽ. ഇതാണ് പ്രാഥമികമായിട്ടും നാഷണൽ മോത്ത് വീക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഹനീഷ് സാറിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. സാറ് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഇത് പ്രസന്റ് ചെയ്യാം. ഒരു സ്ലൈഡ് ഉണ്ട്, പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ നാഷണൽ മോത്ത് വീക്ക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാമാണ്. ആക്ച്വലി അത് നമ്മൾ അതിൽ ഈവൻ ഇന്ത്യയിലും ഈ പ്രൊജക്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യാണ് ചെയ്യാറ്. അപ്പം ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ മോത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ ആളുകൾക്ക് കൊടുക്കുക, കൂടുതൽ ആളുകളെ ഈ മോത്തിനെ നിരീക്ഷിക്കുന്നതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തത്. അതേകൂടെ തന്നെ ഇന്ത്യയിലുള്ള പിന്നെ എല്ലാ നിശാശലഭങ്ങളെയും നമ്മൾ കൂടുതലായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക, അതിൽ പഠിക്കുന്നവരുടെ എണ്ണം കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പം ഇത് പിന്നെ ഒരു സാധാരണ ഈ ശലഭങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നിശാശലഭങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യയിലൊരു ഏകദേശം ഒരു 1000-1200ഓളം ചിത്രശലഭങ്ങളെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഏകദേശ കണക്ക് പ്രകാരം അതിനെ ഒരു 10 ഇരട്ടിയോളം, അതായത് ഒരു 10,000 to 12,000 അത്രയും ഒരു 10,000-ൽ കൂടുതൽ നിശാശലഭങ്ങൾ ഉണ്ടാകുന്നതാണ് ഏകദേശം കണക്ക്. അപ്പം നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള എണ്ണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്പീഷീസ്, അതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പം ഇത്രയും വലിയ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇത് കുറച്ച് പേര് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തീരുന്നൊരു ടോപ്പിക് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകളെ, അതായത് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ മാത്രമല്ല പൊതുജനങ്ങളുടെയും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇതിൽ ഇത്രയും വലിയൊരു ടോപ്പിക്ക് സയൻസിന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൂടിയാണ് ഈ നാഷണൽ മോത്ത് വീക്കിന്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം പാൻഡമിക്കിലടക്കം നമ്മൾ ശ്രമിച്ചത് നമ്മുടെ ഏരിയയിലുള്ള നിശാശലഭങ്ങളെ എങ്ങനെ കൂടുതലായിട്ട് ഡോക്യുമെന്റ് ചെയ്യാം, കൂടുതൽ ആളുകളെ എങ്ങനെ ഈ ഇതിലേക്ക് കൊണ്ടുവരാം, അതായത് വേറെ നാച്ചർ നിരീക്ഷിക്കുന്ന വേറെ ആളുകളെ നമ്മൾ മോത്തിലേക്കും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റെക്കോർഡുകൾ കിട്ടും, കൂടുതൽ ഒബ്സർവേഷൻസ് വരും, കൂടുതൽ സ്പീഷീസിനെ കൂടുതൽ അതേപോലെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നിശാശലഭങ്ങളുടെ പ്രധാന പ്രശ്നം കാര്യമായിട്ട് ഇവയെ കാണുന്ന രാത്രിയിലാണ്. അത്രയൊന്നും ഭംഗിയില്ല, വളരെ പല സൈസിലും കാണാൻ നമുക്ക് ചിലപ്പോൾ ചിലത് വളരെ ചെറുതാവും, ചിലത് തീരെ കളർഫുൾ അല്ല. പിന്നെ കറക്റ്റായിട്ട് ചിത്രങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടാണ്. നേരത്തെയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കുറെ കൂടി ഡിജിറ്റൽ ക്യാമറകളും നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൊക്കെ വളരെ നല്ല ചിത്രങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം
ഇത് ഈ ഡാറ്റകളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, അല്ലെങ്കിൽ ഇതിനെ സയൻസിന് ഇതിനൊക്കെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും. അപ്പോൾ അതാണ് ഈ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ നമ്മൾ ഒരു കഴിഞ്ഞ കുറച്ച് വർഷത്തായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നൊരു 50,000-ഓളം നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻസ്, അത് നമ്മൾ ഐനാച്ചുറലിസ്റ്റിൽ മാത്രമുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ, മോത്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് വേറെയും കുറച്ച് ഈ സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്തും ഇതുപോലെ കുറച്ച് റെക്കോർഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള ഐനാച്ചുറലിസ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു 50,000-ഓളം ഒബ്സർവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലാണ്. ഒരു 2,000-ഓളം സ്പീഷീസ് ഇപ്പം നമ്മൾ പിന്നെ കേരളത്തിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല നമ്പറാണ്. കേരളത്തിലെ ചിത്രശലഭങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 340-ഓളം ചിത്രശലഭങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 10 ഇരട്ടി പറഞ്ഞാൽ ഒരു 3,000-3,500-നടുത്ത് നിശാശലഭങ്ങൾ ഉണ്ടാവും എന്നാണ് ഏകദേശം കണക്ക്. കൃത്യമായിട്ട് നമുക്ക് അറിയില്ല, അത് കുറച്ചുകൂടി കാലം എടുക്കും. എന്നാലും എന്തായാലും ഒരു 3,000-3,500 ഉണ്ട്. അപ്പം ഏകദേശം പകുതിയോളം നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഒരു നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ നമ്മൾ എന്തിനാണ് ഈ നിശാശലഭങ്ങളെ നിരീക്ഷിക്കുന്നത് നോക്കിയാൽ പ്രധാനമായിട്ടും അത് നമുക്ക് നമ്മുടെ എക്കോളജി എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള, അതായത് ഈ നമ്മൾ ഈ നമ്മുടെ സാധാരണ ഇവരുടെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇവർ കാര്യമായിട്ട് ഈ ചെടികളിലെല്ലാം മുട്ടയിട്ടാണ് വളരുന്നത്. അപ്പം ഒരുപാട് ചെടികളിൽ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ചെടികളിൽ ഇവർ പരാഗണം നടത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഒരുപാട് ബാക്കി ഈ ചിലന്തികള്, പക്ഷികള്, അതുപോലെ പല്ലികള്, ഇവർക്കൊക്കെ ഭക്ഷണമാകുന്നതും കാര്യമായിട്ട് ഈ ശലഭങ്ങളാണ്. അപ്പം പോളിനേഷനെ സഹായിക്കുന്നതാണ് ഏറ്റവും വലുത്. ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് ഈ ശലഭങ്ങളാണ്. അപ്പം ഒരു പ്രധാനമായിട്ടും പരാഗണത്തിന് സഹായിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ചെടികൾക്കും ഇവർ സഹായകമാകുന്നുണ്ട്. അതുപോലെ ഇവർ ഈ സസ്യങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്റ്റേജ്, ഫുഡ് ചെയിനിൽ തൊട്ടടുത്തുള്ള സ്റ്റേജ് ആയത് കാരണം എണ്ണത്തിൽ ഒരുപാടുള്ളത് കൊണ്ട് ഈ ബാക്കിയുള്ള ഇരപിടിയന്മാരുടെയൊക്കെ പ്രധാന ഫുഡ് സോഴ്സ് ഇതാണ്. അതുപോലെ ബാക്കിയുള്ളവർക്ക് ഭക്ഷണമാകുന്നത്. അതുപോലെ പിന്നെ ഒരു പ്രദേശത്തെ നമുക്ക് ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ അല്ലെ ഒരു ജൈവ വൈവിധ്യത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ ശലഭങ്ങളെ സാധാരണ കാണുന്നത്. കാരണം ഇപ്പൊ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി നല്ല സ്ഥലമാണ്. അതായത് നമ്മൾ ഒരു ബയോഡൈവേഴ്സിറ്റി ഒരു ഹോട്ട്സ്പോട്ടാണ് കേരളം. അപ്പൊ കേരളത്തിൽ നമുക്ക് കൂടുതൽ ശലഭങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന്റെ എത്രത്തോളം എക്കോസിസ്റ്റം നല്ലതാണെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ശലഭങ്ങളെ നിരീക്ഷിക്കുക. ഇതും ഇവയുടെ ലൈഫ് സൈക്കിൾ, ജീവിതചക്രം വളരെ ചെറിയ പീരീഡാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ശലഭങ്ങൾ. അതുപോലെ ഒരു സ്ഥലത്തെ ഡൈവേഴ്സിറ്റി. അതുപോലെ ശലഭങ്ങളെ നമ്മൾ പെസ്റ്റ് കൺട്രോളിന് ഉപയോഗിക്കും. അത് ചില പ്രത്യേക സസ്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഇപ്പോൾ കേരളത്തിൽ അധികം ഈ പട്ടുനൂൽപ്പുഴുവിനെ വളർത്തി എടുക്കുന്ന ഒരു കുറവാണ്. നമ്മുടെ കാലാവസ്ഥയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ കർണാടകയിലെല്ലാം ഒരുപാട് പട്ടുനൂൽ കൃഷി കാണാം. അതുപോലെ ഇപ്പൊ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു സോഴ്സായിട്ട് ഈ നിശാശലഭങ്ങളുടെ പുഴുക്കളെയും പിപ്പിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് ഒരു ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു ഓപ്ഷനായിട്ട് നമ്മൾ ലോകത്ത് പറയുന്ന ഒരു സാധനം കൂടിയാണത്. അപ്പം നമുക്ക് എന്തിനാണ് ഇത്രയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്ന പറഞ്ഞാൽ കാര്യമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പേര് വേണം. കുറച്ച് പേര് സയന്റിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് പേര് ലാബിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഇത് മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനാണ് നമ്മൾ കൂടുതൽ ആളുകളെ ഇതുപോലുള്ള സിറ്റിസൺ സയൻസ് ഫോറത്തിലേക്ക്
ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വരുന്ന ലൈറ്റിന്റെ കീഴിൽ വരുന്ന ഒരു ശലഭത്തിന് ഒരു പ്രത്യേക ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അത് സയൻസിലേക്ക് വരുമ്പോൾ അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതൊരു നല്ല ഡാറ്റയായിട്ട് മാറുക, അത് സയൻസിന് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യാണ്. അപ്പം അപ്പോൾ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഇതാണ് ഐനാച്ചുറലിസ്റ്റിലുള്ള നമ്മുടെ ഒരു 50,000-ഓളം റെക്കോർഡുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്ന് ഇതിനെ കണ്ടു, പിന്നെ ഏത് സമയത്ത് കണ്ടു എന്നുള്ള 2 ഡീറ്റെയിൽസ്, എന്താണ് കണ്ടത്, എവിടെയാണ് കണ്ടത്, സ്ഥലം, ഡേറ്റ്, അത്രയും കൂടിയാണ് നമുക്ക് ഡീറ്റെയിൽസ് സാധാരണ ഈ ഐനാച്ചുറലിസ്റ്റിലൊക്കെ വേണ്ടത്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഈ ഗ്ലോബലി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണ് ഇപ്പം നിങ്ങളുടെ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് ഞാൻ അതിനിടയിൽ കട്ടായി പോയി ചെറുതായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ പറയുന്ന നമ്മുടെ ഓരോ റെക്കോർഡും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് നമുക്ക് ഏതെങ്കിലും ഒരു ശലഭത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അറിയണമെങ്കിലോ, അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ കാണുന്നു, ഏതെങ്കിലും പുതിയ ഏരിയകളിൽ അതിനെ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയാം. നമ്മുടെ ഓരോ റെക്കോർഡും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പം ഇതിൽ കാണിച്ചിട്ടുള്ള ഈ കൃഷ്ണ ഹോക്ക് മോത്ത്, അപ്പം ഇത് കേരളത്തിൽ എവിടെയല്ല ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ഓരോ റെക്കോർഡും വരുമ്പോൾ അത് കൃത്യമായിട്ട് അതിൽ മാപ്പിൽ ഏത് സമയത്ത് എവിടെ ആണ് കണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുന്ന കാരണം നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു സ്കോപ്പും കൂടിയാണ്. ഇപ്പം ഇത് ആ ശലഭത്തിന്റെ ഒരു സീസണൽ വേരിയേഷൻ ആണ്. ഇപ്പം നമുക്ക് ഈ ജൂൺ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കഴിഞ്ഞുള്ള കാലങ്ങളിലാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ വിവരങ്ങൾ നമ്മൾ വെറുതെ ഒരു വീട്ടിൽ വരുന്ന ഒരു ശലഭത്തിന് വെറുതെ മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആണ് നമ്മൾ ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇതിനു കൂടിയാണ്. നിങ്ങളുടെ ഓരോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ശലഭമാണെങ്കിൽ പോലും നിങ്ങളുടെ ഓരോ റെക്കോർഡും നമുക്ക് സയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ അതിനിടയിൽ ചെറിയ ടെക്നിക്കൽ പ്രശ്നം വന്നു, സോറി ഫോർ ദാറ്റ്. ഓക്കെ, മനോജ്, സ്റ്റോപ്പ് ദെൻ. ഓക്കെ, ഉണ്ണി ഒന്ന് ടേക്കപ്പ് ചെയ്യോ? സ്ക്രീൻ ഷെയർ ചെയ്യണോ ഞാൻ എൻ്റെ? ഉണ്ണി കേൾക്കണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നു. ഉണ്ണി കേൾക്കുന്നുണ്ടോ? നല്ല ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഹലോ ഹലോ, കേൾക്കാം ഉണ്ണി? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ദേശീയ നിശാശലഭ വാരാചരണമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ജൂലൈ മാസത്തിലെ ഏകദേശം 4-ാമത്തെ ആഴ്ചയാണ് നമ്മൾ ദേശീയ നിശാശലഭ വാരമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള നിശാശലഭങ്ങളുടെ ഒരു ഏകദേശ കണക്കുകൾ എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 1,50,000-ത്തിലധികം നിശാശലഭങ്ങൾ ഉണ്ടാകാമെന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 13,500-ലധികം നിശാശലഭങ്ങളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയും ഒരുപാട് നിശാശലഭങ്ങളെ കണ്ടെത്താനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ 13,000-ത്തിലധികം നിശാശലഭങ്ങളുണ്ട്. കേരളത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 3,000-ത്തിനടുത്ത് നിശാശലഭങ്ങൾ ഉണ്ടെന്നാണ്. ബാലകൃഷ്ണൻ വളപ്പിൽ സാർ ഇതുവരെ കേരളത്തിൽ നിന്ന് 3,000-ത്തിനടുത്ത് നിശാശലഭങ്ങളെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന പുസ്തകത്തിലും ഏകദേശം 2,500-നടുത്ത് ശലഭങ്ങൾ ഉണ്ടാകും.
അത് മാത്രമല്ല, നമ്മുടെ ചിത്രശലഭങ്ങളുടെ കണക്ക് ഹനീസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ ഏകദേശം 1500 അടുത്ത് ചിത്രശലഭങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഏകദേശം 10 ഇരട്ടിയിലധികമാണ് നിശാശലഭങ്ങളുടെ കണക്കുകൾ വരുന്നത്. അപ്പൊ നമുക്കറിയുന്ന പോലെ തന്നെ മിക്ക നിശാശലഭങ്ങളും രാത്രി സഞ്ചാരികളാണ്. വളരെ കുറച്ച് നിശാശലഭങ്ങൾ മാത്രമാണ് പകല് പറക്കുന്നത്. ഏകദേശം 75% നിശാശലഭങ്ങളും രാത്രിയാണ് പറക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ചിത്രശലഭത്തെയും നിശാശലഭത്തെയും വേർതിരിച്ചറിയാൻ വേണ്ടി കഴിയുക എന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ചിത്രശലഭമാണെങ്കിലും നിശാശലഭമാണെങ്കിലും ലെപ്പിഡോപ്റ്ററ എന്നറിയപ്പെടുന്ന ഒരു വർഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ശലഭങ്ങളുടെ ചിറകുകളിൽ സ്കെയിൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സ്കെയിൽസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ലെപ്പിഡോപ്റ്റീറ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലെപ്പിഡോ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ സ്കെയിൽസ് എന്നാണ് അർത്ഥം. തീറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിങ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ സ്കെയിൽ ഉള്ള ഒരു വിങ്സ് ഉള്ളത് കൊണ്ടാണ് ശലഭങ്ങളെ നമ്മൾ ലെപ്പിഡോപ്റ്ററ എന്ന് പറയുന്ന ആ ഒരു ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ചിത്രശലഭത്തെയും നിശാശലഭത്തെയും വേർതിരിച്ചറിയാൻ കഴിയുക എന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ആന്റിനയാണ്. അപ്പോൾ ഒരു നിശാശലഭത്തിന്റെ ആന്റിന ആണെങ്കിൽ അത് കൂർത്തിരിക്കും. അത് മാത്രമല്ല, ആൺ നിശാശലഭങ്ങളിൽ നമുക്ക് ഹെയർസ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ നമ്മുടെ ചിത്രശലഭങ്ങളുടെ ആന്റിന നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും അതിന്റെ ടിപ്പ് ഒരു ക്ലബ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നമുക്ക് ആന്റിനെ വെച്ചിട്ട് ഒരു ചിത്രശലഭത്തെയും അതുപോലെ തന്നെ നിശാശലഭത്തെയും വേർതിരിച്ചറിയാൻ വേണ്ടി കഴിയും. ഈ ലെപ്പിഡോപ്റ്ററ എന്ന് പറയുന്ന ഒരു ഓർഡർ 2 സബ് ഓർഡേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും. അതിൽ നിശാശലഭങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഹെറ്ററോസെറ എന്ന് പറയുന്ന ഒരു സബ് ഓർഡറിലാണ്. ഹെറ്ററോ എന്ന വാക്കിന്റെ അർത്ഥം ഡിഫറെന്റ് എന്നാണ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആന്റിന ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഹെറ്ററോസെറ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ഒരു റെസ്റ്റിംഗ് പൊസിഷൻ ആണ്. മിക്ക ചിത്രശലഭങ്ങളും ചിറകുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിശ്രമിക്കുന്നത്. പക്ഷെ നിശാശലഭങ്ങളാകട്ടെ ഒരു പ്രതലത്തിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, മിക്ക ചിത്രശലഭങ്ങളും പകൽ സഞ്ചാരികളാണ്. മറുവശത്ത് നിശാശലഭങ്ങളാകട്ടെ പ്രധാനമായിട്ടും രാത്രിയാണ് പറക്കുന്നത്. അപ്പോ നമുക്ക് ഇവിടെ കാണാം ഒരു നിശാശലഭത്തിന്റെ ആന്റിനയാണ് അവിടെ കാണുന്നത്. അപ്പോ ആ ആന്റിനെ വളരെ ബൈപെക്റ്റിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആന്റിനയാണ്. അപ്പോ അതിന് തൊട്ട് താഴെ പകല് പറക്കുന്ന ഒരു നിശാശലഭമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വെങ്കണ നീലി എന്നറിയപ്പെടുന്ന ഒരു നിശാശലഭമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ശലഭത്തിന്റെ ജീവിതചക്രം നമുക്ക് എല്ലാവർക്കും അറിയാം. 4 ദശകളാണ് ഒരു ശലഭത്തിന്റെ ജീവിതചക്രത്തിലുള്ളത്. മുട്ട, പുഴു, പ്യൂപ്പ എന്നിട്ടാണ് അഡൽട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് രോമങ്ങളുള്ള ഒരുപാട് പുഴുക്കളെ കാണാം. അപ്പോൾ ഈ രോമങ്ങളൊക്കെയുള്ള പുഴുക്കൾ നിശാശലഭത്തിന്റെ പുഴുക്കളാണ്. അതേപോലെ തന്നെ രോമങ്ങളില്ലാത്ത പുഴുക്കളും നിശാശലഭങ്ങളിൽ ഉണ്ടാവും. പക്ഷെ ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും പുഴുക്കളെ നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഐഡി കീ എന്ന് പറയുന്നത് ഈ ഹെയർസ് ഉള്ള കാറ്റർപില്ലേഴ്സ് ഒക്കെ നമുക്ക് നിശാശലഭമാണെന്ന് പറയാൻ കഴിയും. അപ്പോ നിശാശലഭങ്ങളുടെ പുഴുക്കളുടെ ഒരു മോർഫോളജി വെച്ചിട്ട് തന്നെ നമുക്ക് ഐഡി ചെയ്യാൻ വേണ്ടി കഴിയും. അത് ഏതൊക്കെ ഫാമിലിയിലാണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. ഉദാഹരണത്തിന് ജിയോമെട്രിഡേ എന്നറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട പുഴുക്കള് അതിന്റെ മധ്യഭാഗത്ത് കാലുകളൊന്നും ഉണ്ടാവില്ല. അപ്പോ നമുക്ക് അത് സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിയെ അളന്ന് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. ജിയോ എന്ന് വെച്ചാൽ ഭൂമി എന്നാണ് അർത്ഥം. മെട്രിഡേ എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അളക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ ഈ ഒരു നിശാശലഭത്തിന്റെ പുഴു ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയെ അളന്ന് സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് ആ ഒരു കുടുംബത്തിനെ നമ്മൾ ജിയോമെട്രിഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിശാശലഭത്തിന്റെ പുഴുവിന്റെ ഒരു മോർഫോളജി വെച്ചിട്ട് തന്നെ നമുക്ക് അത് ഏത് കുടുംബത്തിൽപ്പെട്ട പുഴുവാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. ഇത് ഒരു നിശാശലഭത്തിന്റെ പുഴുവിന്റെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഹെഡ് ക്യാപ്സ്യൂൾ നമുക്ക് അവിടെ കാണാം. പിന്നീട് വരുന്ന 3 സെഗ്മെന്റ് എന്ന് പറയുന്നത് തൊറാക്സ് ആണ്. പിന്നീട് വരുന്ന സെഗ്മെന്റ്സ് ഒക്കെ അബ്ഡോമിനൽ സെഗ്മെന്റ്സ് കൂടിയാണ്. ഇതൊരു സ്ഫിഞ്ചിഡെ കുടുംബത്തിൽപ്പെട്ട ഹോക്ക് മോത്തിന്റെ ഒരു പുഴുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്
നിശാശലഭങ്ങൾ ഈ ലൈറ്റിലേക്ക് ആകൃഷ്ടരാകുന്നത് എന്നുള്ളൊരു ചോദ്യം പണ്ട് മുതലേ ഉണ്ട്. അത് ഇപ്പൊ പറയുന്നത് എന്താ പറയാ, ട്രാൻസ്വേഴ്സ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഒരു പഴയ സ്ലൈഡാണ്, അതുകൊണ്ടാണ് ഈ ട്രാൻസ്വേഴ്സ് ഓറിയന്റേഷൻ തിയറി ഇവിടെ ഉള്ളത്. പുതിയൊരു തിയറി പ്രകാരം ഈ ട്രാൻസ്വേഴ്സ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു തിയറി തെറ്റാണ്. അപ്പോൾ പുതിയ തിയറി പ്രകാരം ഈ നിശാശലഭങ്ങൾ മാത്രമല്ല എല്ലാ ഇൻസെക്ട്സും ഈ ഒരു ലൈറ്റിന് വെച്ചിട്ട് ഒരു പ്രത്യേക തരത്തിൽ എന്താ പറയാ അതിന്റെ ബോഡി ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ പ്രധാനമായിട്ടും വെളിച്ചം എന്ന് പറയുന്നത് ചന്ദ്രനോ അല്ലെങ്കിൽ മറ്റ് സെലസ്റ്റിയൽ ബോഡീസ് ആയിട്ടുള്ള സ്റ്റാർസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിന്റെ ബോഡി ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് വരുമ്പോൾ, നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു ലൈറ്റ് വരുമ്പോൾ അത് പിന്നീട് വീണ്ടും ടിൽട്ടായി അങ്ങനെയാണ് ഒരു സ്പൈറൽ ഫ്ലൈറ്റിലേക്ക് വന്നിട്ട് കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ 2024 വന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, നിശാശലഭങ്ങൾക്ക് ഈ അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഈ നിശാശലഭങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് വവ്വാലുകളാണ്. രാത്രി സഞ്ചാരികളായിട്ടുള്ള നിശാശലഭങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഇരപിടിയനായിട്ട് വവ്വാലിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ അൾട്രാസോണിക് സൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. വവ്വാലുകൾ ഇരപിടിക്കുന്നത് ഈ ഒരു സോണിക് സൗണ്ട് പുറപ്പെടുവിച്ചിട്ടാണ്. അപ്പോൾ ഈ ചില നിശാശലഭങ്ങൾ എന്താ ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ ആ വവ്വാലിന്റെ സോണാർ വരുമ്പോൾ തിരിച്ചും ഒരു അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ വവ്വാലിന്റെ ആ സോണാർ അവിടെ ജാം ചെയ്യിക്കും. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇക്കോലൊക്കേഷൻ ജാമിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ചില നിശാശലഭങ്ങൾക്ക് നമുക്ക് നീളത്തിലുള്ള വാലുകളൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ലൂണ മോത്താണെങ്കിലും അതുപോലെ മൂൺ മോത്ത് എന്നൊക്കെ പറയുന്ന ചില നിശാശലഭങ്ങളൊക്കെ ഉണ്ട്. ആ നിശാശലഭത്തിന് വളരെ നീളത്തിലുള്ള വാല് കാണാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ള വാലുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഈ വവ്വാലുകളിൽ നിന്ന് വരുന്ന ഈ അൾട്രാസോണിക് സൗണ്ടിനെ ദിശ തെറ്റിച്ചിട്ട് ആ ഒരു സൗണ്ടിനെ മറ്റൊരു ദിശയിലേക്ക് വേർതിരിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ഈ ഒരു നിശാശലഭങ്ങൾക്ക് ഉണ്ട്. അതിന്റെ വാലിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവരെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ് നമ്മുടെ അറ്റ്ലസ് മോത്ത്. അറ്റ്ലസ് മോത്തിന്റെ ചിറകുകളുടെ ഒരു അഗ്രഭാഗത്ത് നമുക്കൊരു പാമ്പിനെ പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടി കഴിയും. ഇതിനെ നമ്മൾ സ്ട്രീമർ ഡിക്കോയ്സ് എന്നാണ് പറയാ. അപ്പോൾ ഒരു വവ്വാലിന്റെ അൾട്രാസോണിക് സൗണ്ട് വരുമ്പോൾ ആ ഒരു ഡിക്കോയ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു അൾട്രാസോണിക് സൗണ്ടിനെ വേർതിരിച്ച് വിടാനുള്ള ഒരു ശേഷി ഈ ഒരു നിശാശലഭത്തിനുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു മൂൺ മോത്ത് എന്ന് പറയുന്ന ഈ ഒരു നിശാശലഭത്തിനും കഴിയുന്നത്. ഇത് ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം 1860കളിൽ മഡഗാസ്കറിൽ ഒരു ഓർക്കിഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മഡഗാസ്കറിലുള്ള ഓർക്കിഡിന്റെ നെക്ടറി, അതായത് തേൻ ഉണ്ടാവുക ആ ഓർക്കിഡിന്റെ വളരെ ബോട്ടമില്ല, ആ ഓർക്കിഡിന്റെ വളരെ താഴെയാണ്, ആ ഒരു പൂവിന്റെ വളരെ താഴെയാണ് അതിന്റെ നെക്ടർ ഉണ്ടാവുക. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ശാസ്ത്രജ്ഞന്മാർക്ക് വളരെ എന്താ പറയാ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ആരായിരിക്കും ഈ ഒരു ഓർക്കിഡിനെ പോളിനേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ഒരു സമയം ഡാർവിനും അതുപോലെ തന്നെ വാലസും ഒക്കെ പ്രവചിച്ചിരുന്നു ഇതൊരു നിശാശലഭത്തിന് മാത്രമേ അതിനെ പോളിനേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ, ഈ ഒരു ഓർക്കിഡിനെ പരാഗണം നടത്താൻ വേണ്ടിയിട്ട് ഒരു നിശാശലഭത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ആ ഒരു കാലത്ത് ഡാർവിൻ പ്രവചിച്ചിരുന്നു. പിന്നീടാണ് അത് കണ്ടെത്തുന്നത്. ഡാർവിൻസ് ഹോക്ക് മോത്ത് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഈ ഒരു നിശാശലഭമാണ് ഈ ഒരു ഓർക്കിഡിനെ പോളിനേറ്റ് ചെയ്യുന്നത്. ഇത് മഡഗാസ്കറിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ്. അതേപോലെ തന്നെ ആ നിശാശലഭവും മഡഗാസ്കറിൽ മാത്രമാണ് കണ്ടുവരുന്നത്. ഇത് നമുക്കറിയാം, ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഏറ്റവും ആദ്യം വരുന്ന നിശാശലഭങ്ങളിൽ ഒന്നാണ് ഈ എൻഡോക്ലൈറ്റ അല്ലെങ്കിൽ എന്താ പറയാ സ്വിഫ്റ്റ് മോത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു നിശാശലഭം. ഈ നിശാശലഭത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു മുട്ടയിടാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ മഴ എത്തുന്ന സമയം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന നിശാശലഭങ്ങളിൽ ഒന്നാണ് ഈ ഒരു എൻഡോക്ലൈറ്റ മലബാറിക്കസ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു നിശാശലഭം, സ്വിഫ്റ്റ് മോത്ത് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു നിശാശലഭത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈറ്റിലൊന്നും ആകൃഷ്ടരായിട്ട് അങ്ങനെ വരാറില്ല. നമ്മളിപ്പോ മോത്ത് സ്ക്രീൻ ഒക്കെ വെക്കുകയാണെങ്കിൽ ഇത് വരുന്നത് വളരെ കുറവായിരിക്കും. ഉണ്ണി ഒരു 3 മിനിറ്റിൽ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കണേ. ഓക്കെ.
അപ്പോ മിക്ക നിശാശലഭങ്ങളും മൈഗ്രേഷനിലും ഏർപ്പെടുന്നുണ്ട്. നമ്മുടെ മാക്രോഗ്ലോസം എന്നറിയപ്പെടുന്ന നിശാശലഭം, അതുപോലെ തന്നെ ഈ ഡാഫ്നിസ് നീരി എന്നറിയപ്പെടുന്ന ഈ നിശാശലഭങ്ങളൊക്കെ മൈഗ്രേഷനിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് നമുക്കറിയുന്ന നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു നിശാശലഭമാണ് ലിമാൻട്രിയ ആംബ്ല എന്നറിയപ്പെടുന്ന ഈ ഒരു നിശാശലഭം. ഇതിന്റെ നിശാശലഭങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. ഫെറമോൺ ഉപയോഗിച്ചിട്ട് ആൺ നിശാശലഭങ്ങൾ ആ നിശാശലഭങ്ങളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് നിശാശലഭങ്ങളെ നിരീക്ഷിക്കാം? അതിന് ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക മെർക്കുറി വേപ്പർ ലാമ്പ് അല്ലെങ്കിൽ UV ലാമ്പ് ഒക്കെ പോലെയുള്ള ബൾബുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ബൾബുകൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മോത്സിനെ രാത്രി കാലങ്ങളിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ നിശാശലഭങ്ങളെ തിരിച്ചറിയുക? അപ്പോൾ തിരിച്ചറിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതിനെന്താ iNaturalist എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ ഉണ്ട്, അതല്ലെങ്കിൽ മോത്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെബ്സൈറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ വെബ്സൈറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നിശാശലഭങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് റെസ്റ്റിംഗ് പോസ്റ്റേഴ്സ് ആണ്. ഈ പോസ്റ്റേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഏത് നിശാശലഭ കുടുംബത്തിലാണ് നമ്മൾ കാണുന്ന നിശാശലഭം ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയും. ഇതും അത്തരത്തിലുള്ള, ഉദാഹരണത്തിന് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു സാറ്റർണിഡേ എന്നറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ട നിശാശലഭമാണെന്ന്. അത്തരത്തിൽ അതിന്റെ ഒരു റെസ്റ്റിംഗ് പോസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾക്ക് ഫീൽഡിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നിശാശലഭങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇത് ജസ്റ്റ് ഒരു ട്രയൽ പോലെയാണ്. ഈ ഒരു നിശാശലഭത്തെ പെട്ടെന്ന് അതിന്റെ പോസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും ഇത് ഏത് കുടുംബത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന്. ജനറൽ ആയിട്ടുള്ള അതിന്റെ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അതിന് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഇപ്പോൾ നോട്ടോഡോണ്ടിയുടെ അല്ലെങ്കിൽ ലെസിയോ കാമ്പിഡെ എന്നറിയപ്പെടുന്ന കുടുംബത്തിലായിരിക്കണം ഈ ഒരു നിശാശലഭം ഉൾപ്പെടാൻ സാധ്യത. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോത്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ iNaturalist പോലുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് നോട്ടോഡോണ്ടിയുടെ അല്ലെങ്കിൽ ലെസിയോ കാമ്പിഡെ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലുള്ള നിശാശലഭങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഏത് നിശാശലഭമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് മറ്റൊരു നിശാശലഭമാണ്. ഇതിന്റെ ഒരു പോസ്റ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഏത് കുടുംബത്തിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് സ്ഫിഞ്ചിഡെ എന്നറിയപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു വളരെ ആരോ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് പോസ്റ്റർ ആണ് ഈ ഒരു നിശാശലഭത്തിനുള്ളത്. ഇത് എറ്റിമോളജി ആണ്, അതായത് ഓരോ നിശാശലഭത്തിനും ആ പേര് വരാനുള്ള ഒരു കാരണമാണ്. ഇപ്പൊ അറ്റ്ലസ് മോത്ത് ആണെങ്കിൽ അറ്റാക്കസ് ടാപ്രോബാനിസ് എന്ന് പറയുന്നത് അത് ശ്രീലങ്കയിൽ നിന്നാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ശ്രീലങ്കയുടെ പഴയൊരു പേര് ടാപ്രോബാൻ എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ആ നിശാശലഭത്തിന് പേര് വന്നത്. തൊട്ടടുത്ത് കാണുന്ന ഹെർപ്പിറ്റോഗ്രാമ എന്ന് പറയുന്ന നിശാശലഭത്തിന് ഹെർപ്പിറ്റോ എന്ന് പറയുമ്പോൾ എന്താ പറയാ, പാമ്പ് എന്നാണ് അർത്ഥം. ഗ്രാമ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് എന്നാണ് അർത്ഥം. അപ്പോൾ പാമ്പ് പോലെയുള്ള ഒരു റൈറ്റിംഗ്സ് അതിന്റെ ഒരു ചിറകുകളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെ വിളിക്കുന്നത്. ഇത് ഔൾമോത്താണ്, ഇറേബസ് മാക്രോപ്സ്. മാക്രോപ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ചിറകുകളിൽ നിങ്ങൾക്ക് കാണാം വളരെ വലിയ ഒരു കണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. മാക്രോ എന്ന് പറയുമ്പോൾ വലുത് എന്നാണ് അർത്ഥം. ഓപ്സ് എന്ന് പറയുമ്പോൾ കണ്ണ് എന്നാണ് അർത്ഥം. അപ്പോൾ വലിയ കണ്ണുകളോട് കൂടിയ നിശാശലഭം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇതിന് ഇറേബസ് മാക്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇറേബസ് കാപ്രിമൾഗസ് കാണാൻ വേണ്ടി കഴിയും. കാപ്രിമൾഗസ് എന്ന് പറയുമ്പോൾ നൈറ്റ് ജാർ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അപ്പൊ ആ പക്ഷിയെ പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറേബസ് കാപ്രിമൾഗസ് എന്ന് പറയുന്നത്. ഇതും മാക്രോഗ്ലോസം എന്ന് പറയുന്ന നിശാശലഭം. മാക്രോ എന്ന് പറയുമ്പോൾ വലുത് എന്നാണ് അർത്ഥം. ഗ്ലോസം എന്ന് പറയുമ്പോൾ ടങ്. അതായത് ഈ ഒരു നിശാശലഭത്തിന്റെ പ്രൊബോസിസ് വളരെ നീളത്തിലാണ് ഉള്ളത്. അപ്പോൾ വലിയ പ്രൊബോസിസ് അല്ലെങ്കിൽ വലിയൊരു നാക്കോട് കൂടിയ ഒരു നിശാശലഭം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇതിനെ നമ്മൾ മാക്രോഗ്ലോസം എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ഡാഫ്നിസ് നീരിയെ കാണാൻ വേണ്ടി കഴിയും. ഡാഫ്നിസ് നീരി എന്ന് പറയുന്ന ഒലിയാൻഡർ ഹോക്മോത്ത് ആണ്. അപ്പൊ നീരി എന്ന വാക്കിന്റെ അർത്ഥം നീരിയം ഒലിയാൻഡർ അല്ലെങ്കിൽ ഒലിയാൻഡർ എന്ന് പറയുന്ന ആ ഒരു സസ്യമാണ് ഇത് ലാർവാ ദശയിൽ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡാഫ്നിസ് നീരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പെങ്കോറ മെത്തേറാന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ പെങ്കോറ മെത്തേറാന എന്ന് നമ്മൾ വിളിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ മൈക്രോണിയ അക്യൂലിയേറ്റ നിങ്ങൾക്ക് കാണാം. അതിന്റെ ആ ഹൈൻഡ് വിങ് ടിപ്പ് വളരെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു പോയിന്റഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ മൈക്രോണിയ അക്യൂലിയേറ്റ എന്ന് നമ്മൾ വിളിക്കുന്നു.
ഉണ്ണി ഒന്ന് പെട്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കി ആ അവസാനിപ്പിച്ചാലോ? മനോട്ടെ, ഇത് ആ, വേണ്ട. ആ ആ ഓക്കെ. ദേ ആർ ടു മോത്ത്. ഓക്കെ, ബഗ് മോത്ത് അല്ലേ ഇത്? ഓക്കെ. കാണ- ഇത് പറയുന്നുണ്ടോ? ഡേ മോത്ത്. ഇത് ഇടക്ക് എനിക്കൊരു കോള് വന്നു. ശരി ശരി. മനോട്ടെ, ഇനി അടുത്ത ഇതിലേക്ക് പൊക്കോളൂ. അത് നമുക്ക് പിന്നീട് നോക്കാൻ തോന്നുന്നു. എനിക്ക് സ്ക്രീൻ ശരി ശരി. കാണുന്നില്ല. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത മഹേഷിനൊന്ന് ഇതാക്കാന്ന് വിചാരിക്കുന്നു. ഉണ്ണിയുടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ? മനോട്ടെ സ്റ്റോപ്പ് ചെയ്തോളൂ. ശരി. മഹേഷ് ഒന്ന് ടേക്ക് ഓവർ ചെയ്യാം. മനോജേട്ടാ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാണേ മനോട്ടാ. ചെയ്യൂ ചെയ്യൂ ചെയ്യൂ. ഒരു സ്ക്രീൻ കാണാന്ന് വിചാരിക്കുന്നു. ഹലോ, കാണാം കാണാം കാണാം. ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കേരളത്തിൽ ഇപ്പോ 60ഓളം നിശാശലഭ കുടുംബങ്ങളുണ്ട്, 3000-ഓളം നിശാശലഭങ്ങളുണ്ടെന്ന് നമ്മൾ കണക്കുകൾ കാണിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മൾ കോമൺ ആയി കാണുന്നതോ ഇല്ലെങ്കിൽ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ നിശാശലഭ കുടുംബങ്ങളിലെ ഒരു 5ഓ 6നെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നത് പോലെ അറ്റാക്കസ് ടാബ്രവൻസ് ഇവിടെ കാണുന്ന ഒരേ ഒരു സ്പീഷീസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ, അറ്റ്ലസ് മോത്ത് എന്ന് പറയുന്ന. ഇത് പൊതുവെ ഇതിന് ആന്റിന വെച്ച് തന്നെ നമുക്ക് ഇതിന് ആണാണോ പെണ്ണാണെന്ന് തിരിച്ചറിയാവുന്നതാണ്. ഇതിന്റെ ആന്റിന ബൈപെക്ടിനേറ്റ്, അതായത് രണ്ട് സൈഡ് ചീപ്പ് ഇരിക്കുന്ന പോലത്തെ ബൈപെക്ടിനേറ്റ് ആയിട്ടുള്ള ഒരു ആന്റിന ഉണ്ടെങ്കിൽ അതൊരു മെയിലായിരിക്കും. പൊതുവെ ഇത് നമ്മുടെ സ്ക്രീനിൽ വെച്ചാൽ പോലും നമ്മൾ ഒന്നില്ലെങ്കിൽ രാത്രി വൈകിയോ അല്ലെങ്കിൽ വെളുപ്പിന് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ 11 ശേഷമൊക്കെ ആയിരിക്കും ഈ അറ്റ്ലസ് മോത്തിൽ പൊതുവെ കാണാറ്. അതേപോലെ തന്നെ ഇതിന്റെ പ്രൊബോസസ് ഉണ്ടാവില്ല, അതായത് തേൻ കുടിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ സ്ട്രക്ചേഴ്സ് ഇതിന് ഉണ്ടാകുകയില്ല. കാരണം ഇത് കാറ്റർപില്ലർ സ്റ്റേജിലോ അതായത് ലാറൽ സ്റ്റേജിൽ തന്നെ ഇതിന് വേണ്ട ഊർജം സ്വരൂപിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാറ്റർപില്ലർ പൊതുവെ പോളിഫാഗസ് ആണ്, പ്ലാന്റ് സ്പെസിഫിക് ആകാറില്ല. ലാർജ് ഗ്രൂപ്പായിട്ട് അതിനെ ഹോസ്റ്റ് പ്ലാന്റുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. വേറൊരു നിശാശലഭം ഇത് തന്നെയാണ് ലൂണ മോത്ത്. ഈ കുടുംബത്തിലെ ഈ സാറ്റർനഡി കുടുംബത്തിൽ വരുന്ന പൊതുവെ ആരും തന്നെ പ്രൊബോസസോ ഇല്ലെങ്കിൽ തേൻ കുടിക്കുന്ന ഒരു സ്ട്രക്ചറോ പോളിനേഷനോ ഒന്നും ചെയ്യാറില്ല. അവർക്ക് ലാർവൽ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തിൽ നിന്നായിരിക്കും ജീവിക്കുന്നത്. ഇതിന്റെ ടെയിൽ സ്ട്രക്ചറിന്റെ ബെനിഫിഷ്യൽ സൈഡൊക്കെ ഉണ്ണി നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. ഇത് ആക്ടിയസ് കേരളാന. ഇതിനെ പറയുകയാണെങ്കിൽ 2019 ഇത് ഡിസ്ക്രൈബ് ചെയ്തത്. ഇത്രയും വലിപ്പമുള്ള സ്പീഷീസ് ആണെങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ നിശാശലഭങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, നോളജ് ഗ്യാപ്പ് എന്ന് നമുക്ക് കാണിക്കാവുന്നൊരു എക്സാമ്പിൾ കാണിക്കുന്ന ഒരു സ്പീഷീസ് ആണത്, ആക്ടിയസ് കേരളാന. നേരത്തെ ഇത് നമ്മൾ ആക്ടിയസ് സെലീന മലേഷ്യൻ ലൂണാമോത്ത് ആയിട്ടാണ് നമ്മളിത് കരുതിയിരുന്നത്. പക്ഷെ ഇതൊരു വേറിട്ടൊരു സ്പീഷീസ് തന്നെയായിരുന്നു ആക്ടിയസ് കേരളാന. ഇത് ലൂയിപ്പ മോത്താണ്, സെയിം സാറ്റർനഡി കുടുംബത്തിൽ തന്നെയാണ്. ഇനി ഒരു നിശാശലഭമായി തോന്നാത്ത ഒരു ശിലഭ ഗ്രൂപ്പാണ് സെസൈഡേ എന്നുള്ളത്. ഇത് വാസ്പിനെ മിമിക് ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നത് നിശാശലഭം തന്നെയാണ്, പക്ഷെ നമുക്ക് വാസ്പായി തോന്നുകയും ഇല്ലെങ്കിൽ വേറെ ഫ്ലൈങ് ഇൻസെക്ട്സ് ഗ്രൂപ്പ് വേറെ ഏതെങ്കിലും ആയി തോന്നി ആളുകൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷെ ഇവരാരും നമ്മൾ ലൈറ്റ് സ്ക്രീനിൽ ഒന്നും വരുന്നതല്ല. ഇപ്പോ എല്ലാ സിസിഡയും അഗ്രികൾച്ചർ പെസ്റ്റ് കൂടിയാണ്. അപ്പോ അഗ്രികൾച്ചർ പെസ്റ്റ് ആണെങ്കിൽ കുക്കുർബിറ്റയും അതേപോലത്തെ മത്തൻ, കുമ്പളങ്ങ, പടവലങ്ങ പോലത്തെ സ്റ്റെമ്മിലും അവരുടെ ഫ്രൂട്ട്സിലൊക്കെ ബോർ ചെയ്യുന്ന ഒരു സ്വഭാവമാണത്. അപ്പോ ഇതിന്റെ സ്ക്രീനിലൊന്നും വരാത്തൊരു ക്യാരക്ടർ കാരണം നമ്മൾ ഇതിന്റെ ഒബ്സർവേഷൻസ് കുറവാണ്. ഇതൊരു ഡേ ഫ്ലൈങ് മോത്താണ്. അതുകൊണ്ട് ഇതിനും പോളിനേഷൻ ആയിട്ടുള്ള പ്രൊബോസ് സ്ട്രക്ചറും എല്ലാം ഉണ്ട്. കാറ്റർപില്ലറോ ലാർവൽ സ്റ്റേജസോ നമ്മൾ അങ്ങനെ പുറത്ത് കാണാറില്ല. കംപ്ലീറ്റ്ലി ലാർവൽ സ്റ്റേജ് സ്റ്റെമ്മിന് ഇൻസൈഡോ ഫ്രൂട്ട്സിന് ഇൻസൈഡോ ആയിരിക്കും. ഇതൊരു കാലിഡേലിയുടെ കുടുംബം, നമ്മുടെ
കോമൺ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ മോത്താണ്. ഈ കാലഡിലിയുടെ കുടുംബത്തിൽ ഒരാൾ മാത്രമേ നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ഘട്ടത്തിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലുള്ളൂ. ടെട്രോഗാനസ് കാറ്റമിനസ് ഇതൊരു ഫേണിൽ ആണ് അതിന്റെ എഗ് ചെയ്യുന്നത്. ഒരു സിംഗിൾ പ്ലാന്റ് സ്പെസിഫിക് ആയിട്ടാണ് എഗ് ചെയ്യുന്നത്. ഇതൊരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു കോസിയുടെ കുടുംബത്തിൽ വരുന്ന മോത്താണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെമ്മിനകത്തോ അല്ലെങ്കിൽ ബാർക്കിനകത്തോ ആയിരിക്കും എഗ് ചെയ്യുക. ഇതിന്റെ ലൈഫ് സൈക്കിളൊക്കെ കംപ്ലീറ്റ് ആകാനായിട്ട് 1-2 വർഷം എടുക്കുന്ന ഗ്രൂപ്പുകളൊക്കെ വരെയുണ്ട്. ഈ പോളിഫാഗസിലെ അല്ലെങ്കിൽ പോളിഫാഗസ് കോഫിയെ പോലത്തെ മോത്തുകളാണെങ്കിൽ പ്രൊബോസിസും ഇല്ല. അറ്റ്ലസ് മോത്തുകളെ പോലെ പോളിനേഷനിലൊന്നും പങ്കെടുക്കുന്നവരല്ല. അവരുടെ ലാർവൽ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന എനർജിയിൽ നിന്ന് ജീവിക്കുന്നവരാണ്. ഇതൊരു കോഫി പ്ലാന്റേഷനിലൊക്കെ പൊതുവെ കാണാറുണ്ട് ഇവരെല്ലാവരും. ഇതാണ് അതിന്റെ കോസിയുടെ കുടുംബത്തിന്റെ ഒരു കാറ്റർപില്ലർ ആണ് അത് കാണുന്നത്. അതിന്റെ സ്റ്റെമ്മിന്റെ ഇൻസൈഡ് ആണ് അത്. അപ്പോൾ ഇതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചുള്ളതോ ഇവിടുത്തെ സ്പീഷീസിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചൊന്നും കാര്യമായ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു ക്രാമ്പിഡേ എന്നുള്ളത് നമ്മൾ പൊതുവെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കാണുന്ന ചെമ്പരത്തിയിലോ നന്ദിയാർവട്ടത്തെ പോലത്തെ ചെടികളിലൊക്കെ ഇല ചുരുട്ടിയിരിക്കുന്നവരാണ്. ക്രാമ്പിഡേ ഒരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. എന്റെ ലീവ് നമ്മൾ പൊതുവെ ലീഫ് റോളേഴ്സ് എന്നും സ്റ്റെം റോളേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ള കാണുന്ന ഒരു ക്രാമ്പിഡേ ആണ്. നമ്മുടെ ചെമ്പരത്തിയിലും മരത്തിലൊക്കെ മുട്ടയിടുന്നതാണ്. ഈ ക്രാമ്പിഡേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പ്രൊബോസിസ് ഉള്ളവരും എല്ലാവരും പോളിനേറ്റേഴ്സ് ആണ്. ഇവരുടെ കാറ്റർപില്ലേഴ്സ് എല്ലാം പൊതുവെ ഇല ചുരുട്ടി തന്നെയാണ് അതിൽ ഇരിക്കാറ്. ക്രാമ്പിഡേ ഇത് കോമൺ കാണുന്ന കുറച്ച് ക്രാമ്പിഡേസ് ആണിത്. ഈ പാരപ്പോണിസ് ഫ്ലക്ച്വലസ് ഒക്കെ വരുന്നത് അസെൻട്രോപ്പിനെ എന്ന് പറയുന്ന സബ് കുടുംബത്തിലാണ്. ഈ അസെൻട്രോപ്പിനെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് വെള്ളത്തിൽ മുട്ടയിടുന്നവരാണ്. അതൊരു ഫ്രഷ് വാട്ടർ ഇൻഡിക്കേഷനും കൂടിയൊക്കെയാണ്. അതിലൊരു ബ്രാക്കിഷ് ആയിട്ടുള്ള ഒരു വാട്ടറിലോ കണ്ടാമിനേറ്റഡ് വാട്ടറിലൊന്നും അവർ എഗ് ചെയ്യാറില്ല. ഇതും ഡയഫാനി ഇൻഡിക്കയുടെ ഒരു മെയിലിന്റെ സ്നോട്ട് ഇത് എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു മോത്താണ്. അതിന്റെ മെയിലിന്റെ ആണ് ഫെറോമോൺസ് റിലീസ് ചെയ്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നതാണ്. ഇതാണ് ലാർവയാണ് അസെൻട്രോപ്പിനെ എന്ന് പറഞ്ഞ വെള്ളത്തിൽ മുട്ടയിടുന്ന നിശാശലഭത്തിന്റെ ലാർവയാണത്. ഫൈറ്റോ പ്ലാങ്ക്ടൺസും അതേപോലെ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും അത് കഴിക്കുന്നത്. ഇതിനെ കാണാൻ കഴിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വാട്ടർ പുള്ളിപ്പോ അതിരപ്പുള്ളിയോ അതല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ സ്ട്രീമിന്റെ ഒക്കെ സൈഡില് ഈ സമയങ്ങളിൽ മരത്തിന്റെ താഴത്തേക്ക് തീരുന്ന ചില്ലകളിൽ ലാർജ് ഗ്രൂപ്പായിട്ട് ഈ ക്രാമ്പിഡേസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മളത് ഒരിക്കലും കാണുന്നുണ്ടാവില്ല. ഇലയുടെ അടിയിലായിരിക്കും അത് എപ്പോഴും ഇരിക്കുക. ഇപ്പൊ മഴ സമയത്തൊക്കെ ഫ്രഷ് വാട്ടർ സ്ട്രീംസിന്റെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണാവുന്നതാണ്. ട്രിപ്പാനിഡേ എന്നുള്ളതൊരു ടിപ്പ് മോത്ത് നമ്മൾ പൊതുവെ പറയുന്നതാണ്. ഈ മോത്തിനും പ്രൊബോസിസ് ആബ്സെന്റ് ആണ് ഇതിന്റെ കുറെ പേർക്ക്. ടിംപാനൽ ഓർഗനും ഇതിനുണ്ടാകുകയില്ല. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന മോത്ത്. ഇതിൽ കാണിക്കുന്ന മാക്രോസീലിയ മാക്സ ഇവിടെ ഉള്ള ഒരു സ്പീഷീസ് അല്ല. പക്ഷെ അതിന്റെ ഒരു ചിറകിന്റെ ഘടന വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. 2 ഫ്ലൈസ് ബേർഡ് പൂപ്പ് സക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും അത് ഇരിക്കുക. അതിനെ ബേർഡ്സിൽ നിന്നും ബേർഡ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രെഡേറ്റർ അഡാപ്റ്റേഷൻ ആണ്. മറ്റു 2 ട്രിപ്പാനിഡയിലെ മോത്തുകൾ ഇവിടെ പൊതുവെ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു മോത്തുകളാണ്. എറിബിഡയാണ് നമ്മളിവിടെ ലാർജ് ആയിട്ട് കാണുന്ന ഒരു മോത്തുകൾ. ഇവിടെ നമ്മുടെ വീടുകളിലേക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ആളുകളാണ് സോട്ട പ്ലാനയും കാരിക്കയൊക്കെ. ഈ ആർജിനാസ്ട്രിയ ക്രോട്ടിലേറിയ മോത്ത് എന്ന ശലഭത്തിന് വലിയൊരു അതായിട്ടുള്ളൊരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാറ്റർപില്ലർ ഇപ്പത്തെ ശാസ്ത്രീയ പഠനം അല്ലെങ്കിൽ പോലും ഇതിന്റെ കാറ്റർപില്ലർ ക്രോട്ടിലേറിയയിൽ വന്ന് ഈറ്റ് ചെയ്യുമ്പോഴാണ് ആ ക്രോട്ടിലേറിയയിൽ ആൽക്കലോയിഡ് വന്നിട്ടാണ് നമ്മുടെ കൂടുതൽ ടൈഗർ മോസ് ഒക്കെ ക്രോട്ടിലേറിയ അട്രാക്ട് ആയി കാണാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഈ ബ്രൂഡിയ ആൻഡിക്ക എന്നുള്ളത് ഒരു ലൈക്കൺ ഇതിന്റെ കാറ്റർപില്ലർസ് ലൈക്കൺ ഈറ്റ് ചെയ്യുന്നതാണ്. നമ്മള് ശലഭങ്ങളെ പോലെ അല്ലെ ശലഭങ്ങളുടെ പുഴുക്കൾ ഒന്നില്ലെങ്കിൽ ആൻഡ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ പോലും ചില ശലഭങ്ങളുടെ പുഴുക്കൾ ആൻഡ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു 90% ശലഭങ്ങളും ലീഫ് അല്ലെങ്കിൽ ബഡ് ഫ്ലവർ ബഡ് ഇങ്ങനെ തന്നെയാണ്
കഴിക്കുന്നത്. പക്ഷെ നിശാശലഭങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വെള്ളത്തിൽ തൊട്ട് ബാർക്കിനകത്ത് ട്രീ വുഡി സിസ്റ്റം ഈറ്റ് ചെയ്യുന്നവർ തൊട്ട് കാർണിവോർസ് ഈറ്റിംഗ് രീതിയുണ്ട്, ഫംഗസ് ഈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വൈവിധ്യത്തിലും അതിന്റെ ഈറ്റിംഗ് പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ മാക്രോബാഗസിഗാസിന്റെ കാറ്റർപില്ലർ എല്ലാവരും പൊതുവെ കാണാറുള്ളതാണ്. അതിന്റെ അത്രയും വൂളി ഏസ് ആയിട്ടുള്ളത് ലാർജ് ഗ്രൂപ്പായിട്ട് അത് പോകുന്നത്. അതൊരു 1-2 വർഷം എടുത്ത് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നവരാണ്. അത് പക്ഷെ ഒരിക്കലും അതിന് പലതവണ റിയർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അതിന് ഒരു തരത്തിലുള്ള ലീഫ് പാറ്റേണോ ഒന്നും കഴിക്കുന്നില്ല. അത് റബ്ബറിന്റെ പെസ്റ്റ് ആണെന്ന് ഉള്ള റിപ്പോർട്ടുകൾ പറയുമ്പോൾ പോലും അതിന്റെ ലീഫ് ഒന്നും ഈറ്റ് ചെയ്യുന്നില്ല. അത് കൂടുതൽ ബാർക്കാണ് ഈറ്റ് ചെയ്യുന്നത്. കാണുന്ന സയാന പ്യൂലി ആണെങ്കിലും ബയാനിക്ക ആണെങ്കിലും അതൊരു മോസ് അല്ലെങ്കിൽ ലൈക്കൺസ് ഈറ്റ് ചെയ്യുന്ന കാറ്റർപില്ലർ ആണ്, എയർ സ്ട്രക്ചേഴ്സ് ആണ്. അതേപോലത്തെ സ്ട്രക്ചേഴ്സ് ഉള്ളവര് ലൈക്കൺ കാറ്റർപില്ലേഴ്സിനെ റിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം നമ്മളൊരു വാസ്പ് ഇമിറ്റേഷൻ മിമിക്കിംഗ് എന്ന രീതിയിലുള്ള മോസ് ആണ്. യൂഡേസിമ ജീനസിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ 4 ലെഗ്സിലൊക്കെ അതിന്റെ ലെഗ്സിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അതിന് ഫ്രൂട്ടൊക്കെ ഒന്ന് റൈപ്പ് ഫ്രൂട്ടിലൊക്കെ ഇരിക്കുന്നവരാണ്. ബട്ടർഫ്ലൈയിലെ രാജാസ് ഒക്കെ പോലെ ഈ ലെഗ് ഇത് സ്ക്രാച്ച് ചെയ്തിട്ട് അതിൽ വരുന്ന ജ്യൂസി പാർട്ട് അത് ഈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഈവൻ നമ്മുടെ വീട്ടിൽ സീസൺ ടൈമുകളിലൊക്കെ റൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ റൈപ്പ് ആയിട്ടുള്ള ബനാനയും ഫ്രൂട്ട്സ് ഒക്കെ വെക്കുമ്പോൾ വന്നിരിക്കാറുണ്ട്. ഇത് ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലത്തെ ലിമാൻഡ്രി ആംബിള തന്നെയാണ്. അതിന്റെ ഫീമെയിൽ ആണ്. നമ്മുടെ വീട്ടിൽ റിയർ ചെയ്തപ്പോൾ വിങ് ഇല്ലാത്തൊരു ഫീമെയിൽ വന്ന്, പക്ഷെ അത് എഗ് ലേയുകയും ചെയ്തുമായിരുന്നു. അപ്പൊ മേറ്റ് ചെയ്യണം എന്നില്ല, അത് എഗ് ലേ ചെയ്യാനായിട്ട്. അങ്ങനെ മേറ്റ് ചെയ്യാതെ എഗ് ലേ ചെയ്യുന്നതും സക്സസ് ആയി കാണാറുണ്ട്. ഇത് യൂക്ട്രോട്ടിഡേ എന്ന് പറഞ്ഞൊരു നിശാശലഭ കുടുംബമാണ്. ഒരു ജിയോമെട്രിയുടെ നേരത്തെ ഉണ്ണി കാണിച്ച ഒരു ഐഡന്റിഫിക്കേഷൻ സ്ട്രക്ചർ പോലെ ഈ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജിയോമെട്രിയുടെ ആണ്. ഇത് പൊതുവെ ഇലയുടെ മടിയിൽ ഇരിക്കുന്ന 2 പ്യൂമീലിയാണ്. അതിന്റെ മെയിലും ഫീമെയിലും സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നതാണ്. ഇതിൽ ട്രൈങ് ലീഫ് പാറ്റേണും ആയിട്ടുള്ള ഒരു ജിയോമെട്രിയുടെ ആണ്. ഗോണോഡോണ്ടിസ്, ഫാസിലിന പ്ലാഗേറ്റ ഒക്കെ. ഡിസ്പാനിയ പെർക്കോട്ട പഹമേറിൻ ഇവിടെ നേരത്തെ ഉണ്ണി കാണിച്ചതാണ്. ഞാൻ മറ്റൊരു ഫാമിലിയിലേക്ക് വരികയാണ്. ലിമാക്കോട്ടിഡേ എന്നുള്ളത് ഒരു കപ്പ് മോത്താണ്. ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ പ്യൂപ്പ ആണ് മുകളിൽ കാണുന്നത്. പ്യൂപ്പ എന്ന് ഫ്രഷ് ആയിട്ട് വിരിഞ്ഞു വന്നതാണ്. അത് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിനെ കപ്പ് മോത്ത് എന്ന് നമ്മൾ ജനറലി വിളിക്കാൻ കാരണം ഇതിന്റെ കാറ്റർപില്ലേഴ്സ് എല്ലാം അലർജിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ളതാണ്. ഇതിന്റെ കാറ്റർപില്ലേഴ്സ് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു നിശാശലഭ കുടുംബമാണ് ലാസിയോ ക്യാമ്പിഡേ എന്നുള്ളത്. ലാസിയോ ക്യാമ്പിഡേ ആണെങ്കിലും പ്രൊപ്പോസിസ് ആബ്സെന്റ് ആയിരിക്കും. അതിന് മെയിലും ഫീമെയിലും പാറ്റേൺ ഡിഫറൻസുകളൊക്കെ കാണാറുണ്ട്. ഇത് ഓക്ക് മോത്താണ്. നമ്മളെ ഡാഫിനിസ് നീരിയും നമ്മളിവിടെ എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓക്ക് മോത്തുകളാണ്. ഓക്ക് മോത്തുകളുടെ പ്രത്യേകത വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിനേറ്റേഴ്സ് ആണ് ഓക്ക് മോത്ത്. അതുപോലെ മൈഗ്രേഷനും ഓക്ക് മോത്തുകളിൽ കാണപ്പെടുന്നുണ്ട്. ഓക്ക് മോത്തുകളിലെ പ്യൂപ്പകളാണെങ്കിൽ മണ്ണിന്റെ അടിയിലേക്ക് കാറ്റർപില്ലേഴ്സ് പോയി പ്യൂപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതേപോലെ തന്നെ മണ്ണിന്റെ അടിയിൽ പോകുന്ന ഒരുപാട് പേരെ പ്യൂപ്പകളുണ്ട്. എൻഡോക്ലൈറ്റയും അതേപോലത്തെ ഗോസ്റ്റ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് മോത്ത്, ഗോസ്റ്റ് മോത്ത് പറയുന്ന മറ്റു നിശാശലഭങ്ങളും ഉണ്ട് മണ്ണിന്റെ അടിയിൽ പ്യൂപ്പേറ്റ് ചെയ്യുന്ന. മണ്ണിന്റെ അടിയിൽ പ്യൂപ്പേറ്റ് ചെയ്യുന്ന ഒരു മെജോറിറ്റി പ്യൂപ്പകളും ആദ്യത്തെ മഴ പെയ്യുമ്പോഴാണ് അത് വിരിയാ. ആദ്യത്തെ മഴയിൽ ഈർപ്പം തട്ടി ആണ് മണ്ണിൽ നിന്ന് വിരിയാറ്. അതുകൊണ്ടാണ് എപ്പോഴും ആദ്യത്തെ മഴയ്ക്ക് ശേഷം ഒരുപാട് നിശാശലഭങ്ങളെ ആക്റ്റീവായി കാണുന്നത്. കാരണം ഒരുപാട് കാറ്റർപില്ലർ സ്റ്റേജ് ഒരുപാട് ഇയേഴ്സ് വരെ ഡോർമൻ സ്റ്റേജ് ആയിട്ട് നിൽക്കാനുള്ള കഴിവുകളുണ്ട് മണ്ണിന്റെ അടിയിലുള്ളവർക്ക്. അവർ ആദ്യത്തെ മഴയെ പ്രിഫർ ചെയ്ത്
ആദ്യത്തെ മഴയ്ക്ക് ശേഷം വിരിഞ്ഞു വരുന്നവരായിരിക്കും. മഹേഷ് പതുക്കെ വൈൻഡപ്പ് ചെയ്താലോ? മൈൻഡപ്പ് ചെയ്താൽ. യപ്പ്. അലൻ ഒന്ന് ടേക്ക് ഓവർ ചെയ്യോ? കേൾക്കുന്നുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്, പക്ഷെ കേൾക്കുന്നുണ്ട്. ഞാൻ പുറത്താണ്. ഞാൻ ഒന്ന് മാറി നിൽക്കണം. ഫിറോസ് സാറിന്റെ സെഷൻ ഉണ്ടോ? ഹലോ മനുഷ്യേട്ടാ, ഹലോ മനുഷ്യേട്ടാ, കേൾക്കണ്ട, പറഞ്ഞോളൂ. ഫിറോസ് സാറിന്റെ സെഷൻ ഉണ്ടോ? എനിക്ക് അത് ഇല്ല, കഴിഞ്ഞിട്ട് പറയാം. ഫിറോസ് സംസാരിക്കുന്നില്ല തോന്നുന്നു. വേറെ ആരെങ്കിലും? ലാസ്റ്റ് സെഷൻ അല്ലേ, ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഞാന് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ടേക്കപ്പ് ചെയ്യാം. ഓക്കെ, അലൻ പറഞ്ഞു തുടങ്ങിയിരിക്കും, നന്നായിരിക്കും. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബേസിക്കലി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനേ ഉള്ളൂ. സ്ലൈഡൊന്നും ഇല്ല. ആദ്യമേ തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, സോ ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അലൻ. ഞാൻ ആലുവ UC കോളേജിൽ MSc സുവോളജി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവരെ പോലെ മോത്സിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല. ഞാൻ ബേസിക്കലി ഒരു തുടക്കക്കാരനാണ്. അപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഇതുപോലെയുള്ള മോത്ത് വീക്ക് പോലെയുള്ള പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഹനീഷ് സാറൊക്കെ പറഞ്ഞതുപോലെ നാഷണൽ മോത്ത് വീക്ക് എന്ന് പറയുന്നത് ഒരു സിറ്റിസൺ സയൻസ് ആക്ടിവിറ്റിയാണ്. സിറ്റിസൺ സയൻസ് എന്ന് പറയുമ്പം പൗരശാസ്ത്രം, സാധാരണക്കാർ തന്നെ ശാസ്ത്രത്തിലേക്ക് ഇറങ്ങി വന്ന് കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒരു രീതിയാണ് സിറ്റിസൺ സയൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കൂട്ടം ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വന്ന് നിരീക്ഷണങ്ങൾ നടത്തുകയും സയൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു പക്ഷേ ക്ലാസിക്കൽ സയൻസിന് പറ്റിയെന്ന് വരത്തില്ല. ഒരു സയന്റിസ്റ്റിന് ഒരിക്കലും ഒറ്റയ്ക്ക് കവർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഏരിയകൾ ചിലപ്പോൾ ആയിരക്കണക്കിന് സിറ്റിസൺ സയന്റിസ്റ്റുകൾക്ക് കവർ ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസിലും ഒക്കെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ഒരുപാട് കോംപ്ലക്സ് ആണ്. ഓരോ 50 മീറ്റർ കൂടുന്തോറും ഉള്ള ഹാബിറ്റാറ്റുകൾ വ്യത്യാസമാണ്. ഓരോ 50 മീറ്റർ കൂടുന്തോറും ഉള്ള ജൈവ വൈവിധ്യം വ്യത്യാസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളപ്പം ഇവിടെ എല്ലായിടത്തും പോയി പഠിക്കാൻ ഒരുപക്ഷെ ഒരു ശാസ്ത്രജ്ഞന് കഴിഞ്ഞെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് സിറ്റിസൺ സയന്റിസ്റ്റുകളായ നമ്മളെ പോലെയുള്ളവർക്ക് ഇതിലേക്ക് വോയിസ് കട്ടാവുന്നുണ്ടോ? ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. അലൻ ലെഫ്റ്റ് ആയിട്ടുണ്ട്. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ആകെ ഒരു മോത്ത് ഏത് ഫേണിലാണ് എഗ് ലേ ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു മഹേഷ് പറഞ്ഞതായിരിക്കും തോന്നുന്നു. ഒരു ഫേണില് ലൈഫ് സൈക്കിൾ ഉള്ള, എനിക്ക് അതിനെ പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. ടെറാഗോണസ് കാറ്റാമിറ്റിസ്. ഓക്കെ, മനുവേട്ട അത് ഞാൻ പറയട്ടെ.
ഓക്കെ. അത് ഫേണില് മെയിൻ ആയിട്ട് 2 ഗ്രൂപ്പ് മോത്സ് ആണ് മുട്ടയിടുന്നത്. ഒന്ന് മഹേഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ടെട്രഗോണസ് കറ്റാമൈറ്റസ് എന്ന് പറയുന്ന നമ്മുടെ ബട്ടർഫ്ലൈ മോത്ത് എന്ന് പറയപ്പെടുന്ന ഒരു മോത്ത് ഉണ്ട്. അത് പകല് പറക്കുന്ന ഒരു മോത്താണ്. പക്ഷെ അത് കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് ഒരു ഗ്രൂപ്പ്, ഒരു മോത്ത്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കലോപിസ്ട്രിയ എന്നറിയപ്പെടുന്ന ഒരു നിശാശലഭം ഉണ്ട്. അപ്പോൾ കലോപിസ്ട്രിയയിൽ തന്നെ കേരളത്തിൽ ഏകദേശം 10-ലധികം ശലഭങ്ങൾ കലോപിസ്ട്രിയ എന്നറിയപ്പെടുന്ന ജീനസിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ കലോപിസ്ട്രിയയെ നമ്മൾ ഫേൺ മോത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി 2 മോത്ത്സ് ആണ് ഈ ഫേണിൽ മുട്ടയിടുന്നത്. ഒന്ന് ടെട്രാഗോണസ് കറ്റാമൈറ്റസും മറ്റൊന്ന് കലോപിസ്ട്രിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ അലൻ, ക്വസ്റ്റ്യൻസ് ഒന്ന് ടേക്കപ്പ് ചെയ്യാണ്. ഒരു 2 മിനിറ്റ്. ഐനാറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും ID ചെയ്യാൻ ശ്രമിക്കണമെന്നാണ്. നമ്മളെന്തായാലും ഫാമിലി ലെവലിലെങ്കിലും ചെയ്യാനുള്ളൊരു ശ്രമം എന്തായാലും ഉണ്ടാവും. സ്പീഷ്യസ് ലെവലിൽ സാധിക്കുന്ന പോലെ അത് എല്ലാവരുടെയും കൂടിയിട്ടുള്ളൊരു എഫേർട്ട് വന്നാൽ തന്നെ നടക്കുള്ളൂ. എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ പരമാവധി അങ്ങനെ നമ്മൾ എഫേർട്ടുകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കോമൺ ആയിട്ട് കാണുന്ന മോത്സിന്റെ ഒരു ചെറിയൊരു PDF ഉണ്ടാക്കിയിട്ട് നമ്മൾ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മിനിമം ആ സ്പീഷ്യസ് എങ്കിലും വരുമ്പോൾ എല്ലാവരും അവരവരുടെ ഒബ്സർവേഷനും അവരവരുടെ സുഹൃത്തുക്കളുടെ ഒബ്സർവേഷനും അത് ടാഗ് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാവണം. അടുത്തത് മെയില് ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാന്നുള്ളതാണ്. ആരെങ്കിലും ഒരാള്? മഹേഷ് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉണ്ണി പറയും. ഓക്കെ, ബേസിക്കലി നമ്മൾ മെയിൽ മോത്സിനും ഫീമെയിൽ മോത്സിനും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് അതിന്റെ ആന്റിനെ വെച്ചിട്ടാണ്. മെയിൽ മോത്തിന്റെ ആന്റിന എന്ന് പറയുമ്പോൾ യൂഷ്വലി അത് ഫെദറി ആയിരിക്കും, അതായത് ഹെയർസ് ഉള്ള ആന്റിനി ആയിരിക്കും മെയിൽസിന് ഉണ്ടാവുക. പക്ഷെ ഫീമെയിൽസിന് അങ്ങനെ ഹെയർ ഉള്ള ആന്റിനി ഉണ്ടാവില്ല. പക്ഷെ എക്സെപ്ഷണൽ കേസസിൽ ഫീമെയിൽസിനും പെക്കിനേറ്റഡ് ആയിട്ടുള്ള ആന്റിനി ഉണ്ടാവാം. പക്ഷെ അതൊരു എക്സെപ്ഷണൽ കേസാണ്. പിന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് ഐഡി ചെയ്യാൻ പറ്റുന്നത് അതിന്റെ അബ്ഡോമൻ വെച്ചിട്ടാണ്. ഇപ്പൊ അബ്ഡോമൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫീമെയിൽ ആയിരിക്കും, കാരണം അത് എഗ് ലോഡഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മെയിൽ ഫീമെയിലിനെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്രൈമറി നമ്മൾ ആന്റിനെ വെച്ചിട്ടാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് അബ്ഡോമന്റെ ഒരു ഷേപ്പ് കൊണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ക്രോട്ടലേറിയയിലുള്ള മോത്തിന്റെ പേരെന്താണെന്നാ ചോദിക്കുന്നത്? കിലുക്കിച്ചെടിയിലെ ക്രൊട്ടലേരിയയിൽ ഉണ്ടാവുന്ന ബേസിക്കലി 3 മോത്താണ്, 3 ഗ്രൂപ്പ് മോത്താണ് ഉണ്ടാവുക. ഒന്ന് മാൻജിന ആർഗസ് എന്ന് പറയുന്ന ഒരു മോത്തുണ്ട്, പിന്നെ ആർജിന ആസ്ട്രിയ എന്നറിയപ്പെടുന്ന ഒരു മോത്തുണ്ട്, പിന്നെ അത് കൂടാതെ തന്നെ ഉട്ടറ്റേസിയ എന്ന് പറയുന്ന ഒരു ജീനസ് ഉണ്ട്. ആ ഉട്ടറ്റേസിയ എന്നറിയപ്പെടുന്ന ഒരു ജീനസിൽ 3 മോത്സ് ആണ് ഉള്ളത്. ഒന്ന് ഉട്ടറ്റേസിയ പൾച്ചല്ല, ഉട്ടറ്റേസിയ പൾച്ചല്ലോയിഡസ്, അത് കൂടാതെ തന്നെ ഉട്ടറ്റേസിയ ലോട്രിക്സ്. അപ്പോൾ ഈ ഒരു 3 മോത്താണ് ഉട്ടറ്റേസിയയിൽ ഉള്ളത്. ഇതും ക്രൊട്ടലേരിയ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന മോത്തുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇത് പഠനങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഉണ്ണിയൊന്ന് മറുപടി പറഞ്ഞാണ്. മൈഗ്രേഷനെ പറ്റിയിട്ട്, ബട്ടർഫ്ലൈസിന്റെ മൈഗ്രേഷനെ പറ്റിയിട്ട് നല്ല ഐഡിയ ഉണ്ട്. പക്ഷെ മോത്തിന്റെ ഈ മൈഗ്രേഷനെ പറ്റിയിട്ട് കാര്യമായിട്ട് പഠനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ഈ ഹോക്ക് മോത്സ് പൊതുവെ മൈഗ്രേഷൻ നടത്തുന്നുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, ബൊംബാക്സ്, അത് ആൻസർ മഹേഷ് ചെയ്തിട്ടുണ്ട്. വേറെന്തെങ്കിലും മോത്ത് സ്ക്രീൻ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ പറയേണ്ടതുണ്ടോ? ആർക്കെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്കുള്ള ഒരു ഇത് കൊടുക്കാം എന്ന് തോന്നുന്നു. ഉമേഷ് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഓക്കെ, ലൈറ്റിനെ കുറിച്ച്. ഓക്കെ, ഒന്ന് മറുപടി പറയോ അനീഷ് സർ? ഈ സാധാരണ നമ്മൾ പിന്നെ ലൈറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് കൂടുതൽ ഏതാണ് സ്ഥലം എന്നുള്ളതാണ്. നമുക്ക് നല്ല കാടിനൊക്കെ സ്ഥലം, കൂടുതൽ മോത്തുകളുള്ള സ്ഥലമാണെങ്കിൽ എല്ലായിടത്തും കൂടുതലും പിന്നെ നമുക്ക് മോത്ത് സ്ക്രീനിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ പറ്റും. ഈ ആക്റ്റീവ് ലൈറ്റ് നല്ലതാണ്, 18 വാട്ട്സ് നല്ല ലൈറ്റാണ്. അപ്പം സാധാരണ ഒരു നല്ല സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. ഇപ്പം എൻ്റെ
അപ്പം ലൈറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ വെക്കുന്ന സ്ഥലമാണ് പ്രധാനം. ഇപ്പം പക്ഷെ നമ്മളിപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ ലൈറ്റ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ അത്യാവശ്യം കുറെയൊക്കെ മൂത്തിനെ കിട്ടും. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കാണാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോർമൽ ലൈറ്റ് വെച്ചാൽ കിട്ടും, പക്ഷെ ഈ ആക്ടിങ് ലൈറ്റ് കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചും കൂടെ നല്ല റിസൾട്ട് വരുന്നുണ്ട്. അടുത്ത ലൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുറച്ച് കൂടെ പിന്നെ അതായത് ചുറ്റും പിന്നെ ലൈറ്റ് ഡിസ്റ്റർബൻസ് കുറവുള്ള, അതായത് ലൈറ്റ് പൊല്യൂഷൻ കുറവുള്ള ഇപ്പൊ സിറ്റി എന്നൊക്കെ മാറി കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സ്ക്രീൻ വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതായത് വേറെ അടുത്തൊന്നും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മൂത്തുകൾ കൂടുതലായിട്ട് ആ സ്ക്രീനിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ലൈറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ കുറച്ചും കൂടി കാടിന് അല്ലെങ്കിൽ നന്നായിട്ട് പിന്നെ സസ്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇത് കിട്ടും. പിന്നെ ഡു യു ഹാവ് ടു യൂസ് യു വി ലൈറ്റ് വേണമെന്നില്ല. യു വി പിന്നെ സാധാരണ ലൈറ്റിലും വരാറുണ്ട്. അങ്ങനെ അത്രയും സ്പെസിഫിക് അല്ല അത്. നമുക്ക് പലരും പല ലൈറ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ മിക്കവാറും എല്ലാറ്റിലും വരുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ലൈറ്റ് വേണമെന്നില്ല. അപ്പം പിന്നെ നമുക്ക് അത്രയും എക്സ്പീരിയൻസും ഇല്ല ഇതില്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പല ലൈറ്റുകളും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മിക്കവാറും എല്ലാ ലൈറ്റിലും നമുക്ക് മൂത്തുകളൊക്കെ കിട്ടാറുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് പ്രശ്നമാണ്. നമുക്ക് പിന്നെ ലൈറ്റ് പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് സ്ക്രീനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പം ലൈറ്റ് പിന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ചുറ്റും ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും ഒരു മിഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്തുകളൊക്കെ കിട്ടിയേക്കാം. പിന്നെ സ്ക്രീന് വെക്കുമ്പം കുറച്ചുകൂടി കൂടുതൽ നേരം നോക്കാൻ നോക്കണം. നമ്മളിപ്പോൾ സാധാരണ ഒരു 9 മണിക്കൊക്കെ 10 മണിക്ക് വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കൃത്യമായിട്ട് കിട്ടില്ല. കുറച്ചും കൂടി ഒരു ലേറ്റ് നൈറ്റിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ചു നേരം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പരമാവധി നമ്മൾ ലൈറ്റ് വെക്കുന്നത് ഒരു പുലർച്ചയ്ക്ക് മുന്നേ ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഈ ശലഭങ്ങൾക്കൊക്കെ ഒരു തിരിച്ചു പോകാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ ലൈറ്റ് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഈ മൂത്തുകളൊക്കെ അവിടെ തന്നെ നിൽക്കുകയും അതിനെ പിന്നെ ഈ വാവലുകളും അതുപോലെ തവളകളൊക്കെ വന്ന് പിടിച്ച് തിന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം പറ്റാവുന്നിടത്തോളം ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഓഫ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ലൈറ്റിന്റെ കൂടെ തന്നെ മോത്തിന്റെ കൂടെ തന്നെ വേറെയും കുറെ പ്രാണികൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. പലതും ആസിഡിക് അല്ലെങ്കിൽ നമ്മുടെ മേലൊക്കെ ഇതായി കഴിഞ്ഞാൽ പ്രശ്നമാവുന്ന പ്രാണികളൊക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചൊന്ന് ആരെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്താൽ നന്നായി. മനോട്ട അത് ഞാൻ പറയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ നാഷണൽ മൗത്ത് വീക്ക് വരെയായിട്ട് മോത്തിങ് ചെയ്ത കുറെ പേർക്ക് ബ്ലിസ്റ്റർ ബീറ്റിൽസിന്റെയും ഒക്കെ ആയിട്ടുള്ള അതൊക്കെ വേറെയും ഇൻസെക്ട്സിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ലൈറ്റ് ഇട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിശാശലഭങ്ങളെ മാത്രമായിരിക്കില്ല, എല്ലാതരം ഇൻസെക്ട്സ് ഗ്രൂപ്പുകളെ അവിടെ അട്രാക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഓരോ തരം ഇൻസെക്ട്സിനും അതിൻ്റെതായ തരത്തിലുള്ള അഡാപ്റ്റേഷൻ മെത്തേഡുകളും അതിൻ്റെതായ പലതരം ആൽക്കലോയിഡ്സും പലതരം കെമിക്കൽസും അതിൻ്റെതായ ഡിഫൻസ് മെക്കാനിസംസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ബ്ലിസ്റ്റർ ബീറ്റിൽസ് തന്നെ ആകണമെന്നില്ല, വേറെയും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിൽ വീഴാത്തതായിട്ടുള്ള ഒരു ഡിസ്റ്റൻസും നമ്മുടെ ദേഹത്ത് അറിയാത്തതുമായിട്ടുള്ള പ്രാണികൾ അധികം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും, അല്ലെങ്കിൽ മാക്രോ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി നമുക്ക് നിശാശലഭമല്ലാത്ത പ്രാണീനെയാണെങ്കിൽ നമുക്ക് അറിയില്ലാത്തൊരു പ്രാണിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് വെക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നേരത്തെ അനീസ് സാർ സൂചിപ്പിച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് എപ്പോഴും ചിലപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ടതോ സ്ക്രീൻ വെച്ചതുമായിട്ട് നിശാശലഭങ്ങളെ കാണണമെന്നില്ല. ദിവസങ്ങളൊരു ഫാക്ടർ ആയിരിക്കാം, ഏത് ദിവസം ചൂസ് ചെയ്യണമെന്ന്. ഒരു നോമോൺ ഡേയോ അല്ലെങ്കിൽ നോമോണിന്റെ അടുത്തുള്ള ദിവസങ്ങൾ എപ്പോഴും നല്ലതാണ്. ഒരു നല്ല മഴ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ നല്ലതാണ്. എല്ലാ കാര്യങ്ങളെക്കാളും ഉപരി വെക്കുന്ന ഡയറക്ഷൻ പലതവണ മാറ്റി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സെയിം ഡേ തന്നെ ചിലപ്പോൾ നമ്മൾ വെക്കുന്നതിന്റെ ഡയറക്ഷൻ മാറ്റുന്നതിന്റെ പേരിൽ തന്നെ വലിയൊരു റിസൾട്ട് മാറ്റം കാണാറുണ്ട്. അത് ഫീൽഡിലും നല്ലൊരു ലാൻഡ്സ്കേപ്പൊക്കെ വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സെയിം ഡേ തന്നെ വെച്ച സ്ക്രീനിൽ ഒരാൾ പോലും വരാതിരിക്കുകയും അതിൽ നിന്ന് വെച്ച സ്ക്രീനിന്റെ ലൈറ്റിന്റെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആക്കി വെച്ചപ്പോൾ തന്നെ പല ഡയറക്ഷനിൽ ചേഞ്ച് ആക്കി നോക്കിയപ്പോൾ തന്നെ
വളരെയധികം വ്യത്യാസം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡയറക്ഷനും ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഒന്നും കണ്ടില്ല എങ്കിൽ ഡയറക്ഷൻസോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലവിടെ വെക്കുന്നതിന്റെ ബാൽക്കണിയുടെ ആണെങ്കിലും ഡയറക്ഷൻസ് മാറ്റി നോർത്ത് ഈസ്റ്റ് വെസ്റ്റോ അങ്ങനെ പല ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. അത് നമ്മൾ തന്നെ നമ്മൾ നിൽക്കുന്ന ഒബ്സർവേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പലതവണ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. തേനീച്ചകൾ വരുമോന്ന് ചോദിക്കുന്നുണ്ട്. തേനീച്ചകൾ വന്ന് കണ്ടിട്ടുണ്ട് സ്ക്രീനിൽ ഞാൻ വെച്ച എപ്പിസ് ഡോർസേറ്റ പോലത്തെ തേനീച്ചകള് ഒരുപാട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് അർബൻ ഏരിയ ആണെങ്കിൽ കാണില്ല, അല്ലാത്ത ഏരിയകളിലാണെങ്കിൽ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ ഒരു തവണ തേനീച്ചയുടെ സൗണ്ട് കേൾക്കുകയോ വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കണ്ടു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണതാണ് നല്ലത്. ഇപ്പൊ തേനീച്ച വന്ന് ലൈറ്റ് ഇട്ട് വന്നതിന്റെ പേരിൽ കുറെ കൂടുതൽ വെക്കുക നമ്മൾ ഒന്ന് രണ്ടല്ലേ ഉള്ളൂ എന്ന് ഒരിക്കലും കരുതരുത്. ലാർജ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു തേനീച്ചകളുടെ നമുക്ക് സൗണ്ട് കേൾക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് സൗണ്ട് ദൂരെ നിന്ന് കേൾക്കുക തന്നെ ചെയ്തു. അപ്പൊ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക തന്നെ ചെയ്തു. അപ്പോ അത് ഒന്നോ രണ്ടോ വരിക തന്നെയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഓഫ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ആര് വന്ന് ഫോട്ടോ എടുത്ത് നാച്ചുറൽ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യാന്ന് പറയും. അതായത് നമുക്ക് വരുന്ന പുതിയ ഇൻസെക്റ്റുകളൊക്കെ ചിലപ്പോൾ കാണും. അപ്പം പറ്റാവുന്നതിനെയൊക്കെ ഡോക്യുമെന്റ് ചെയ്യാന്നുള്ള. അതെ, നിശാശലഭത്തിന്റെ നിരീക്ഷണത്തിന്റെ ഗുണം അതന്നെ. അതിന്റെ കൂടെ തന്നെ നമുക്ക് മാൻഡിസിനെ ഒരുപാട് മാൻഡിസിനെ കാണാറുണ്ട്. ഒരുപാട് തരം രാത്രി കാണുന്ന ഇൻസെക്ട്സിനെ കാണാം. ഈവൻ നമ്മൾ അതിന്റെ മുഖത്തിൽ ഈറ്റ് ചെയ്യാനായിട്ട് ഫ്രോഗ്സ് വരും. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകളെ ഇതിന്റെ ഒപ്പം നിരീക്ഷിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അലൻ ഒന്ന് ടേക്ക് ഓവർ ചെയ്തിട്ട് അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. ഓൾറെഡി ഒരു 15 മിനിറ്റ് നമ്മൾ നീണ്ടുപോയിട്ടുണ്ട്. ഓക്കെ ഞാൻ പറയട്ടെ. നേരത്തെ എനിക്കൊരു കോൾ വന്നോണ്ടിരിക്കുകയായിരുന്നു, അത് കട്ടായിപ്പോയത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊരു സിറ്റിസൺ സയൻസ് ഇവന്റ് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ മറ്റു രീതികളിൽ ചെയ്യാൻ പറ്റാത്തതുപോലെ ഉള്ള ഡേറ്റ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടിലുപരിയായിട്ട് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് ഇതുപോലെ ഒരു നാഷണൽ മോക്ക് വീക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നതിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രകൃതിയെ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യുന്നതും കുറച്ചുകൂടെ നേച്ചറിനെ കുറിച്ച് അവെയർ ആയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഇപ്പം ബേസിക്കലി മോത്ത് എന്ന് പറയുന്ന ഒരു ടാക്സിക്ക് മറ്റു ടാക്സികളിൽ അല്പം വ്യത്യാസമാണ്. ഇപ്പം പക്ഷികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീൽഡ് ഗൈഡുകളും ഒരുപാട് PDF-കളും അല്ലെങ്കിൽ ആപ്പുകളും എല്ലാം അവൈലബിൾ ആണ് അവരുടെ ഐഡന്റിഫിക്കേഷനും കാര്യങ്ങൾക്കും ഒക്കെ. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം മോത്തിൽ അതുപോലെ ഐഡന്റിഫിക്കേഷന് ആവശ്യമായിട്ടുള്ള ഗൈഡുകളൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അതിനെ കുറച്ചും കൂടെ ആഴമായിട്ട് പഠിച്ചിരിക്കുന്ന ആളുകളുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പൊ എന്നെ പോലെ ഒരു തുടക്കക്കാരനായ ഒരു വ്യക്തിക്ക് നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി ഒരു മോത്തിന്റെ ഫീൽഡ് ഗൈഡ് വാങ്ങിച്ച് തുടങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു നല്ല ഫീൽഡ് ഗൈഡ് അവൈലബിൾ പോലും അല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നാഷണൽ മോട്ട് വീക്കുകൾ പോലെയുള്ള ക്യാമ്പയിനുകളിലൂടെ നമുക്ക് ഇതിൽ കാര്യമായിട്ട് പഠനം നടത്തുന്ന ആളുകളെ, ഇപ്പം ഉണ്ണിച്ചേട്ടനെയും ഹനീഷ് സാറിനെയും മഹേഷ് ചേട്ടനെയും പോലെ ഉള്ളവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാനും അവരുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ കുറച്ച് അറിവ് നേടാൻ സാധിക്കും. അപ്പം അതാണ്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളോടെ ശ്രമിക്കുന്നത്. പിന്നെ ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു കോട്ടുണ്ട്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് ബ്യൂട്ടി ഈസ് നോളജ്. അപ്പം ഒരു ജീവിയെ കണ്ടാൽ അതിനോടുള്ള ഒരു അറപ്പും വെറുപ്പും ഉപേക്ഷിച്ചിട്ട് അതിന്റെ ആ ഒരു സൗന്ദര്യത്തെ ആസ്വദിക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള അറിവായിരിക്കും. ആ ഒരു അറിവായിരിക്കും നമ്മളെ ആ ഒരു ജീവിയുടെ ഒരു എക്കോളജിക്കൽ പ്രാധാന്യം, അതിന് ഭൂമിയിലുള്ള ഒരു റോള് ഒക്കെ നമ്മൾക്ക് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളുടെ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇതുപോലെയൊക്കെയുള്ള ഇവന്റുകളിലൂടെ സാധിക്കും. ഇപ്പം ഇത് മോത്ത് വാച്ചിങ് എന്ന് പറയുന്നത് ഈ ഒരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നാഷണൽ മോത്ത് വീക്ക് എന്ന ഈ ഒരു ഒരാഴ്ച കാലാവധിയിലേക്ക് മാത്രമുള്ളതല്ല. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉമ്മറത്തും ഒക്കെ ലൈറ്റ് ഇടാറുള്ളവരാണ് രാത്രി. അവിടേക്കൊക്കെ ഓരോ ദിവസവും ഓരോ പുതിയ മോത്തുകളായിരിക്കും ചിലപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അതിനെ കാണുമ്പോഴെല്ലാം ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് അതിനാറ്റിൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ അതില് ഇതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ വന്ന് നിങ്ങൾക്ക് അതിന്റെ പേര് പറഞ്ഞു തരികയും അങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഹനീഷ് സാർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഒബ്സർവേഷൻ കോൺട്രിബ്യൂട്ട് ആവുന്നത് ആ ഒരു സ്പീഷീസിനെ കുറിച്ചുള്ള ഒരു ഗ്ലോബൽ സ്റ്റഡിയിലേക്കാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക്
ഇതിനെ ഈ ഒരു ശാസ്ത്രത്തിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് താല്പര്യമെടുത്ത് വരികയും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ, ഈ മോത്തിന്റെ ഒരു എക്കോളജി, അവരുടെ ഒരു ലൈഫ് സൈക്കിൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യന്മാരും അമേരിക്കന്മാരും ഒക്കെ അവരുടെ നിശാശലഭങ്ങളെ കുറിച്ചും അവരുടെ ഇതുപോലെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ജീവിവിഭാഗങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലെയുള്ള പഠനങ്ങൾ അവരെക്കാട്ടിലൊക്കെ ഒരുപാട് ജൈവവൈവിധ്യമുള്ള ഇന്ത്യ, ഇന്തോനേഷ്യ പോലെയൊക്കെയുള്ള ഓറിയന്റൽ റീജിയനുകളിൽ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ശാസ്ത്ര തത്വങ്ങളും ഒക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കാം. ഇപ്പോഴും നമ്മൾ പല ശാസ്ത്ര പ്രതിഭാസങ്ങൾക്കും ഉദാഹരണങ്ങളായിട്ട് പഠിക്കുന്നത് യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ ജീവിവർഗങ്ങളെ കുറിച്ചാണ്. അതേ പ്രതിഭാസങ്ങൾ തന്നെ നമ്മളുടെ ബയോഡൈവേഴ്സിറ്റിയിലും ഉണ്ടായേക്കാം. പക്ഷെ നമുക്കത് അറിയത്തില്ല, നമ്മൾ അതിനെക്കുറിച്ചുള്ള പഠനം നടന്നിട്ടില്ല. അപ്പൊ ഇതുപോലെയുള്ള നാഷണൽ മോർഫിക്കുകൾ പോലെയുള്ള ക്യാമ്പയിൻസിലൂടെ നമ്മൾ പുതിയൊരു ആൾക്കൂട്ടത്തിൽ, ഒരു ജനസമൂഹത്തിന് ഇങ്ങനെയുള്ള മേഖലകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പുതിയൊരു ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഈ നാഷണൽ മോട്ടോർ വീക്കിനെ നിങ്ങൾ എല്ലാവരും കാണണം. അതുപോലെ തന്നെ ബേസിക്കലി ഒരു മോത്തിന്റെ കാറ്റർപില്ലറിനെ കണ്ടാൽ അതിനെ ഒരു മാറ്റിയെടുത്ത് തൊട്ടപ്പുറത്ത് ഒരു റോഡിലാണ് കാണുന്നതെങ്കിൽ റോഡിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ട് അത് ജീവിച്ചു പോക്കട്ടെ, അതിനെ കൊല്ലേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബോധ്യമെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതോടുകൂടി തന്നെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചേട്ടാ? യെസ്, അപ്പോൾ പങ്കെടുത്ത ഈ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറോളം ആവാറാവുന്നു. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യം തന്നത് വാക്വിത് VC എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവർക്കും അതിൻ്റെ ഒരു നന്ദി പറയുന്നു. അതുകൂടാതെ ഇനി നാളെ തൊട്ട് എല്ലാവരുടെയും ഒരു സഹകരണം, അല്ലെങ്കിൽ എല്ലാവരും അവരവര് വീട്ടിൽ വരുന്ന മോത്തിനെ നിരീക്ഷിക്കാനും അത് അപ്ലോഡ് ചെയ്യാനും അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാനും അങ്ങനെയുള്ളൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേറെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നാഷണൽ മോത്ത് വീക്ക് ആശംസിക്കുന്നു. പരമാവധി ഒബ്സർവേഷൻസും പരമാവധി സ്പീഷീസുകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.